എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1598 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ ഷാലു രാജൻ, മോട്ടിവേഷണൽ സ്പീക്കർ, എഴുത്തുകാരൻ, യൂട്യൂബർ, IFPH വിദ്യാർത്ഥി വിഭാഗത്തിന്റെ സൂം സെക്ഷന്റെ കോർഡിനേറ്ററായി പ്രവർത്തിച്ചിരുന്നു. ശരീരവും മനസ്സും ആത്മാവും ഊർജവൽക്കരിക്കാം എന്ന വിഷയത്തില് ക്ലാസ് എടുക്കുന്നതിന് ശ്രീ ഷാലു രാജനെ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആരംഭിക്കാം. കാണാൻ പറ്റുന്നുണ്ടോ? സ്ലൈഡ്സ് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. ഗുഡ് ഈവനിങ് ഡോക്ടേഴ്സ് ആൻഡ് ഗുഡ് ഈവനിങ് ഹോമിയോപ്പതിക് ലവേഴ്സ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, അതുപോലെ തന്നെ നമ്മുടെ ആത്മാവ്, ഇവയെ എങ്ങനെ ഊർജവൽക്കരിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇതിൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സകല ചരാചരങ്ങളും ആ എനർജിയുടെ ഭാഗമാണ്, ഊർജ കണങ്ങളാണ്. അപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആ ഊർജത്തിന്റെ ഭാഗമാണ്, ഊർജ കണങ്ങളാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, എനർജിയെ നമുക്ക് ഒരിക്കലും നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. എന്നാൽ ആ എനർജിയെ നമുക്ക് ഒന്നിൽ നിന്നും അടുത്തതിലേക്ക് ട്രാൻസ്ഫോം ചെയ്യിക്കാൻ കഴിയും. അതായത് ഒരു ഫോമിൽ നിന്നും അടുത്ത ഫോമിലേക്കുള്ള ഒരു മാറ്റം. ഇനിയിപ്പോ ഒരു പേപ്പർ കത്തിക്കുകയാണെങ്കിൽ അത് നമുക്ക് ചാരമായി മാറുന്നു. അവിടെ ഒരു ഊർജ മാറ്റമാണ് സംഭവിക്കുന്നത്, അവിടെ നശീകരണം സംഭവിക്കുന്നില്ല. ഇനി നമ്മളെ കത്തിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മളിപ്പോ എവിടെ നിന്ന് വന്നു എന്നുള്ളത് നമുക്കറിയില്ല, ഇനി നമ്മൾ എവിടേക്ക് പോകുന്നു എന്നുള്ളത് നമുക്കറിയില്ല. അവിടെയും സംഭവിക്കുന്നത്, ഇപ്പൊ മരണം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്, അപ്പോൾ അവിടെയും സംഭവിക്കുന്നത് വേറൊരു അവസ്ഥയിലേക്ക്, ഊർജത്തിൻ്റെതായിട്ടുള്ള ഒരു മാറ്റമാണ് അവിടെ സംഭവിക്കുന്നത്. ഇപ്പൊ ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളും നിലനിൽക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയും എനർജി. ആദ്യം തന്നെ എനർജിയാണ് വേണ്ടത്, അല്ലെ? ആ ഒരു എനർജിക്ക് ഇവിടെ വരുമ്പോൾ ഒരു സ്പേസ് വേണം. നമ്മളെ സംബന്ധിച്ച് ആ സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. നമ്മൾ ഇതിനു മുൻപ് ഏതോ ഒരു അവസ്ഥയിലായിരുന്നു. ആ ഒരു ഊർജത്തിന് ഒരു കൈമാറ്റം വന്ന് ആ ഊർജത്തിനെ നിലനിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പേസിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു, അതായത് നമ്മുടെ ശരീരം. ഇനി നമ്മൾ ഇനി എങ്ങോട്ടേക്ക് പോകുന്നത് നമുക്കറിയില്ല. എന്നാൽ ഈ എനർജിയും സ്പേസും കൂടെ ചേർന്നാൽ മാത്രം നമ്മളൊരു പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തില്ല. പിന്നെയോ നമുക്ക് ഇൻഫോർമേഷൻസ് വേണം. അതായത് നമ്മൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്നും ആ ഇൻഫോർമേഷൻസിനെ കളക്ട് ചെയ്യുന്നു. നമ്മൾ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാളുകൾ കഴിയുമ്പോഴാണ് അറിവുണ്ടാവുക. എങ്ങനെ? ആദ്യമേ നമ്മുടെ അമ്മയിൽ നിന്നും, അമ്മയുടേതായിട്ടുള്ള ആ ഒരു സ്പർശനം, അല്ലെങ്കിൽ ആ വൈകാരികത, ഇതൊക്കെ നമുക്ക് ആ ഒരു ഇപ്പം സ്നേഹത്തിൻ്റെതായിട്ടുള്ള ആ ഒരു വൈകാരികത നമുക്ക് അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് ഇതെന്റെ അമ്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് അമ്മ എന്ന് പറയുന്നു. ആദ്യത്തെ ഇൻഫോർമേഷൻ അതാണ്. പിന്നെ അമ്മ പറയുകയാണ്, എന്ത്, നിന്റെ അച്ഛൻ ഇതാണ്, നിന്റെ ഗ്രാൻഡ് ഇതാണ്, അല്ലെങ്കിൽ നിന്റെ ഗ്രാൻഡ്മ ഇതാണ്. അപ്പൊ ആദ്യത്തെ ആ ഒരു ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുന്നു. പിന്നെ അവൻ കുറച്ചുകൂടി പ്രായമാകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി ചുറ്റുപാടിൽ നിന്നും സ്വീകരിക്കുന്ന ഇൻഫോർമേഷൻസ്, അതിപ്പം വിദ്യാഭ്യാസത്തിലൂടെ അവൻ ആ ഇൻഫോർമേഷൻ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ മതപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അവനിലേക്ക് വരുന്നു, രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അവനിലേക്ക് വരുന്നു. അങ്ങനെ എല്ലാ തലത്തിൽ നിന്നും അവന് ആ ഇൻഫോർമേഷൻസ് കിട്ടുകയാണ്. അപ്പൊ ഇൻഫോർമേഷൻസ് ഈ ഒരു എനർജിക്ക്, അല്ലെങ്കിൽ എനർജി സ്വീകരിച്ചിരിക്കുന്ന സ്പേസിന്, അതായത് ആ ശരീരത്തിന് കിട്ടിയില്ല എങ്കിൽ, ഇപ്പൊ അവന് ആദ്യമേ കിട്ടുന്നു അവന്റെ അച്ഛൻ ഇതാണ്, അമ്മ ഇതാണ്, അവൻ്റെതായിട്ടുള്ള ഐഡന്റിറ്റി കിട്ടുന്നു, ഒരു അഡ്രസ്സ് കിട്ടുന്നു. ഇപ്പൊ നമ്മളോട് ആരെങ്കിലും നേരത്തെയെങ്കിലും
ചോദിച്ചിട്ടുണ്ട് നിന്റെ അച്ഛൻ ആരാണ്, അമ്മയാണ്. അപ്പൊ നമ്മളിരുന്ന് ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ശരിയായ രീതിയിൽ ബുദ്ധി ഉദിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമുക്ക് ആ പരിപൂർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇൻഫോർമേഷൻസ് വേണം. എന്തായാലും നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അതായത് നമ്മുടെ എല്ലാ ഈ ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ മെന്റൽ ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അതിന്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. അതായത് നമ്മുടെ ഇന്നർ ബോഡി എന്ന് വേണമെങ്കിൽ പറയാം. ഈ മനസ്സിൽ നിന്നാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാകട്ടെ, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളാകട്ടെ, ഇതൊക്കെ നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെയാണ്. അപ്പോ ഞാൻ ശതമാനക്കണക്കൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും ഞാൻ വിശ്വസിക്കുന്നു 90% രോഗങ്ങളും നമ്മുടെ ചിന്തകളിൽ നിന്നും ഉരുത്തിരിയുന്നതാണ്. ഫിസിക്കലി ഉള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മെന്റലി നമുക്കുണ്ടാകുന്ന സ്ട്രെസ്, ഡിപ്രഷൻ, ഇതൊക്കെ ചിന്തകളിലൂടെ നമ്മൾ വരുത്തി വയ്ക്കുന്നതാണ്. ഇനി ഒരു 10% എങ്കിലും നമ്മൾ പറയാറുണ്ട് പാരമ്പര്യമായിട്ട് നമുക്ക് രോഗങ്ങൾ കിട്ടുന്നു എന്നുള്ളത്. അതും ഒരുപക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് അത് നമ്മുടെ ചിന്തകളിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റത്തിൽ നിന്നും സംഭവിക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇപ്പൊ എന്റെ കൊളീഗ്സിനോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവർ തന്നെ പറയാറുണ്ട് എന്റെ അച്ഛന് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, അല്ലെ അപ്പൂപ്പന് BP കൂടിയിട്ടാണ് അദ്ദേഹം മരിച്ചത്. അപ്പൊ ഇതൊക്കെ എനിക്കും വരാനുള്ള ചാൻസ് കൂടുതലാണ്. വീട്ടിൽ നിന്ന് എനിക്ക് അങ്ങനെയുള്ള അറിവ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ വളരെ ശ്രദ്ധിച്ചാണ് ജീവിക്കുന്നത്. അപ്പൊ ഇതൊരു ഇൻഫോർമേഷൻസ് റോങ് ആയിട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം അദ്ദേഹത്തിൽ രൂപപ്പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പാരമ്പര്യമായിട്ടുള്ള രോഗങ്ങളും ഞാൻ അങ്ങനെ ചിന്തിക്കാനാണ്, അങ്ങനെ വിശ്വസിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ചില ആൾക്കാർ പറയാറുണ്ട് ഈ 35 വയസ്സ് വരെയൊക്കെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. 35 വയസ്സ് കഴിഞ്ഞാൽ പോയി എല്ലാ രോഗങ്ങളും നമുക്ക് വരും. അതുകൊണ്ട് 35 വയസ്സ് വരെയുള്ള ഒരു ജീവിതമൊക്കെ ഉള്ളൂ എന്ന്. അപ്പൊ ഇതൊക്കെ ഒരു നെഗറ്റീവായിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് ചുറ്റുപാട് നിന്ന് കിട്ടുന്നതിന്റെ ഫലമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോ അതെങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതില് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാഡീ വ്യവസ്ഥ. സ്ലൈഡ് ഒന്ന് എൻലാർജ് ചെയ്യാൻ പറ്റുമോ? സ്ലൈഡ് ചെറുതാണ്. വലുതായി വരുന്നില്ല കേട്ടോ. ഫുൾ സ്ക്രീൻ അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? വ്യൂയിങ് നോക്കിയിട്ട് താഴെ ഒരു പേജ് 3 അവിടെ സൈസ് വലുതാക്കാൻ പറ്റുമോ? താഴെയായിട്ട് അതെ, ശരി. കുറച്ചുകൂടെ വലുതാക്കാൻ വേണം. ഓക്കെ, 37% ആയിട്ടുള്ളൂ. ഓക്കെ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു നാഡീ വ്യവസ്ഥയെ കുറിച്ചാണ്. നാഡികൾ എന്ന് പറയുമ്പോൾ 3 തരത്തിലുള്ള നാഡികളാണ് നമുക്കുള്ളത്. ഒന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റം, അതായത് സുഷുമ്നാ നാഡി. രണ്ടെന്ന് പറയുന്നത് ഇട ആൻഡ് പിംഗള. ഇടാനാഡി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഇടത് ഭാഗത്ത് നിന്ന് ആരംഭിച്ച് ശാഖകളായി വിഭജിച്ച് നമ്മുടെ ബ്രെയിനിന്റെ വലതു ഭാഗവുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ പിംഗള നാഡി എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ വലതു ഭാഗത്ത് നിന്ന് ആരംഭിച്ച് ശാഖകളായിട്ട് വിഭജിച്ച് ബ്രെയിനിന്റെ ഇടത് ഭാഗത്ത് കണക്ട് ചെയ്യപ്പെടുന്നു. അപ്പൊ ഈ 2 നാഡികളും ഇങ്ങനെ വിഭജിച്ച് ശരീരത്തിൽ കൂടി വ്യാപിക്കുമ്പോൾ ഏകദേശം 70,000-ലധികം ചെറുതും വലുതുമായിട്ടുള്ള നാഡികൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോ ഈ നാഡികൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഭാഗത്തിന് നമ്മൾ ഒരു പേര് പറയും ജംഗ്ഷൻ പോയിന്റ്, അല്ലെ? ഒരു ജംഗ്ഷൻ പോയിന്റ് അവിടെ രൂപപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ജംഗ്ഷൻ പോയിന്റ്സ് ഏകദേശം 114ഓളം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ വളരെ ലളിതമായിട്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയും, ഇപ്പൊ നമ്മളിരിക്കുന്ന ബിൽഡിംഗ്, അല്ലെ, ഈ കെട്ടിടം, ഇതിനകത്ത് ഒരു വയറിംഗ് സിസ്റ്റം ഉണ്ട്, അല്ലെ? നമുക്ക് ആവശ്യമായിട്ടുള്ള വെട്ടവും വെളിച്ചവും കാറ്റും തണുപ്പും ഒക്കെ തരാൻ വേണ്ടിയിട്ട് ഒരു വയറിംഗ് സിസ്റ്റം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന വൈദ്യുതി, ഈ വൈദ്യുതി എന്ന് പറയുന്നത് ഊർജ്ജമാണ്, ഊർജ്ജത്തിൻ്റെതായിട്ടുള്ള പ്രവാഹം. അത് ഈ വയറിംഗ് സിസ്റ്റത്തിലേക്ക്, അതുപോലെ തന്നെ ജംഗ്ഷൻ പോയിന്റ്സിലേക്ക്, സ്വിച്ച് ബോർഡ്സിലേക്ക് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ ഇലക്ട്രിസിറ്റി കിട്ടുന്നു, അല്ലെങ്കിൽ ബൾബ് പ്രകാശിക്കുന്നു, ഫാൻ കറങ്ങുന്നു. അവിടെ ഊർജ്ജത്തിൻ്റെതായുള്ള ഒരു പ്രവാഹമാണ് സംഭവിക്കുന്നത്, വൈദ്യുതോർജ്ജം. ഇതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിനെ നമ്മുടെ ശരീരമാക്കി എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള വയറിംഗ് സിസ്റ്റത്തെ നമ്മുടെ നാഡീ വ്യവസ്ഥയായിട്ട് കണക്കാക്കിയാൽ ആ വയറിംഗ് സിസ്റ്റത്തിൽ കൂടി പോകുന്ന വൈദ്യുതോർജ്ജത്തെ നമ്മുടെ ശരീരത്തിൽ കൂടി പോകുന്ന ഊർജ്ജമായിട്ട്, ഊർജ്ജത്തിൻ്റെതായിട്ടുള്ള പ്രവാഹമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. നമുക്കറിയാം ഊർജ്ജം, ഇപ്പോൾ ലോസ് ഓഫ് എനർജി, ഫിസിക്കലി നമ്മളൊരു വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനർജിയുടേതായിട്ടുള്ള ഒരു നഷ്ടം നമുക്കുണ്ടാകും, നമ്മൾ ടയേർഡാണ്. ഇനി മെന്റലി നമ്മൾ സ്ട്രെസ് എടുത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമ്മുടെ എനർജി നഷ്ടപ്പെടും, മാനസികമായിട്ട് നമുക്ക് തളർച്ചയുണ്ടാകും. വീണ്ടും നമുക്ക് ആ ഊർജ്ജം ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക,
വെള്ളം കുടിക്കുക, ഇതൊക്കെ നമുക്കറിയാം. ഇതുപോലെ തന്നെ നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത്, അനാവശ്യമായിട്ടുള്ള ഭയങ്ങൾ നമ്മളെ ബാധിക്കുന്ന സമയത്ത് ഈ രീതിയിലുള്ള എനർജിയുടേതായിട്ടുള്ള ഒരു ലോസ് നമ്മളിൽ ഉണ്ടാകുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ആ ജംഗ്ഷൻ പോയിന്റ്സ് എന്ന് പറയുന്നത് എനർജി ഫീൽഡ്സ് ആണ്. ആ എനർജി ഫീൽഡ്സിനെ നമ്മളൊരു പേരിട്ട് വിളിക്കുന്നു ചക്രാസ്. എന്തെങ്കിലും ഒരു പേരിട്ട് വിളിക്കണമല്ലോ. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചക്രാസ് എന്ന് പറയുന്നത്. ഈ ചക്രകളെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 തരത്തിലുള്ള ചക്രകളാണ്. 2ൽ കൂടുതൽ തരത്തിലുള്ള ചക്രകളുണ്ട്. അതിൽ മേജർ ചക്രാസ് ആൻഡ് മൈനർ ചക്രാസ്. മേജർ ചക്രാസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ശരീരത്തിൽ ഊർജത്തിൻ്റെതായിട്ടുള്ള പ്രവാഹം. അപ്പൊ 21ഓളം എനർജി ലൈൻസ് ഹോറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി പാസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സെന്റർ ഭാഗത്ത് ഊർജത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രവാഹം അല്ലെങ്കിൽ ഒരു ശക്തമായിട്ടുള്ള ഊർജത്തിന്റെ ഒഴുക്ക് അനുഭവപ്പെടും. അങ്ങനെയുള്ള ചക്രകൾ 7 എണ്ണമാണുള്ളത്. അതിനെ നമ്മൾ മേജർ ചക്രാസ് എന്ന് പറയും. ഇനി മൈനർ ചക്രാസ് ഉണ്ട്. മൈനർ ചക്രാസ് എന്ന് പറയുമ്പോൾ 14ഓളം എനർജി ലൈൻസ് ഹോറിസോണ്ടലി വെർട്ടിക്കലി പാസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ മധ്യഭാഗത്ത് ഒരു ഊർജത്തിൻ്റെതായിട്ടുള്ള പ്രവാഹം ഉണ്ടാകും. എന്നാൽ അത് മേജർ ചക്രയെ അപേക്ഷിച്ച് സ്ട്രെങ്ത് കുറവായിരിക്കും. ഇനി അതിനും താഴെയുള്ള ചക്രകളുണ്ട്. 7ഓളം എനർജി ലൈൻസ് തലങ്ങും വിലങ്ങും പാസ് ചെയ്യുമ്പോൾ അതിന്റെ സെന്ററിൽ ഒരു കേന്ദ്രം ഉണ്ടാകുന്നു. അവിടെ ഒരു ഊർജ്ജ പ്രവാഹം. എന്നാൽ മേജർ ചക്രയെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മൈനർ ചക്രയെ അപേക്ഷിച്ച് അതിന്റെ സ്ട്രെങ്ത് കുറവായിരിക്കും. അങ്ങനെ 114ഓളം ജംഗ്ഷൻ പോയിന്റ്സ് അല്ലെങ്കിൽ എനർജി ഫീൽഡ്സ്, ആ ചക്രകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പൊ അത് ഹൈ ഫ്രീക്വൻസിയിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ എനർജി ഫീൽഡ്സിലുള്ള ഊർജത്തിന്റെ തടസ്സം, എനർജിയുടെ ബ്ലോക്കാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. അതിനാദ്യം നമുക്ക് ഈ ചക്രകളെ ഒന്ന് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. ആദ്യമേ നമ്മൾ പരിചയപ്പെടുന്നത് റൂട്ട് ചക്ര. റൂട്ട് ചക്രയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ നട്ടെല്ലിന്റെ ഏറ്റവും താഴെയുള്ള അഗ്രത്തുള്ള പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു ഏരിയയാണ് ഈ റൂട്ട് ചക്രയുടെ പ്രഭാവം നമുക്ക് അനുഭവപ്പെടുന്നത്. ഒരു കാരണവശാലും ഇതിനെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എക്സ്പീരിയൻസ് ചെയ്യുക അല്ലെങ്കിൽ ഫീൽ ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അതെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ എന്ന് പറയാൻ ഫിയർ ഓഫ് ഡെത്ത്. മരണഭയം നമുക്ക് എപ്പം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുവോ ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഈ ചക്ര ആക്റ്റീവ് ആകുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ഫിയർ ഓഫ് ഡെത്ത് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അപ്രതീക്ഷിതമായിട്ട് ഒരു വലിയ ശബ്ദമുണ്ടാകുന്നു. ഇടിമിന്നൽ, മഴ ഉണ്ടാകുന്ന സമയത്ത്, പ്രതീക്ഷിക്കാതെ ഒരു ഇടി ഉണ്ടാകുന്ന സമയത്ത്, ആ ഒരു സമയത്ത് നമ്മുടെ ശരീരം മുഴുവൻ കിടുങ്ങി വിറയ്ക്കും, അല്ലെ? അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ കിടുങ്ങി വിറയ്ക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം ആകെ കോരിത്തരിക്കുന്ന പോലെയാണ്. എന്തെന്നില്ലാത്തൊരു പെരുപ്പ്, ഉച്ചി മുതൽ നമ്മുടെ പെരുവിരൽ വരെ, കാലിന്റെ പെരുവിരൽ വരെ ഒരു തരിപ്പ് നമുക്ക് അനുഭവപ്പെടും. പക്ഷെ ഇത് തുടങ്ങുന്നത് നമ്മുടെ അതിന്റെ ഒരു പ്രഭാവം നമുക്ക് അനുഭവപ്പെടുന്നത് നമ്മുടെ നട്ടെല്ലിന്റെ ഈ ബാക്ക് സൈഡിൽ മുനമ്പ് ഭാഗത്തായിരിക്കും. അവിടെ നമ്മളൊരു നെട്ടൽ ഫീൽ ചെയ്യുന്നു. അവിടെ നിന്ന് താഴേക്ക് കാലിന്റെ പെരുവിരലിലേക്ക്, അതുപോലെ ആ നട്ടലിന്റെ ആ ഒരു മുൻപിൽ നിന്ന് ഉച്ചിയുടെ ഈ ഒരു ഭാഗം വരെ നല്ല രീതിയിൽ നമ്മൾ വിറയ്ക്കുകയാണ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പൊ അപ്രതീക്ഷിതമായിട്ട് പടക്കം പൊട്ടുമ്പോൾ, അല്ലെ, അമ്പലത്തിലോ പള്ളിയിലൊക്കെ പോകുമ്പോൾ, ഉത്സവത്തിനോ പെരുന്നാളിനോ ഒക്കെ പോകുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് പടക്കം പൊട്ടുന്നു. അതൊരു മരണഭയത്തിന്റെ ഒരു ഇതാണ് അവിടെ ആക്റ്റീവ് ആകുന്നത്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ പുറകെ ഒരു പട്ടി അപ്രതീക്ഷിതമായിട്ട് കുരച്ച് നമ്മളെ ആക്രമിക്കാൻ വരുന്നു. അല്ലെങ്കിൽ നമ്മൾ അസാധാരണമായിട്ടുള്ള സ്ഥലങ്ങളിൽ അകപ്പെടുമ്പോൾ, ഇപ്പം എന്താ പറയുക, ഒരു വ്യക്തിയുടെ മുമ്പിൽ, ഭ്രാന്തനായിട്ടുള്ള ഒരു വ്യക്തിയുടെ മുമ്പിലൊക്കെ അകപ്പെടുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം. ആ ഒരു മരണഭയം നമുക്കുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു പ്രഭാവം നമുക്ക് ആ കിടുങ്ങി വിറയ്ക്കുക എന്ന് പറയുന്നത്, അതിന്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് നമ്മുടെ നട്ടലിന്റെ ആ ഒരു എൻഡ് പോയിന്റിൽ നിന്നായിരിക്കും. നമ്മുടെ ആ പൃഷ്ഠം എന്നൊക്കെ പറയാം, പൃഷ്ഠത്തിന്റെ ആ ഒരു മേളിലുള്ള ആ ഭാവം എന്നൊക്കെ പറയാം. അപ്പോ എന്ത് തന്നെയാണെങ്കിലും ഇപ്പൊ ഈ ഒരു ഏരിയയിൽ ഒരു ഭൂകമ്പം ഉണ്ടായി, ഉദാഹരണം പറയുകയാണ്, ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് ആ ഏരിയ മുഴുവൻ അത് കുലുക്കും, അല്ലെ, നല്ല രീതിയിൽ ഷിവർ ചെയ്യും. അപ്പൊ അതിന്റെ പ്രഭാവം ഒരു ജിയോഗ്രഫിക്കലായിട്ട് പറയാറുണ്ട്. അതിന്റെ എന്താ പറയാ, ഒരു പ്രഭാവം ഇന്ന സ്ഥലത്ത് നിന്ന് ഒരു 10 കിലോമീറ്റർ മാറി ഇന്ന ഭാഗത്ത് നിന്നാണ് എന്നൊക്കെ പറയാറുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ഈ പ്രശ്നങ്ങൾ, ഈ ചക്ര അല്ലെങ്കിൽ ഇതിൻ്റെതായിട്ടുള്ള ഊർജ്ജ പ്രവാഹം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് എപ്പോഴും ഈ മരണഭയമായിരിക്കും. അതായത് ഞാൻ മരിച്ചു പോകുമോ എന്നുള്ളൊരു ഭയം അവരെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടേയിരിക്കും.
ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും തന്നെ അറിയാൻ കഴിയും. ഇപ്പൊ ഈ കൊറോണ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കൊറോണ മൂലം മരിച്ചവരെക്കാൾ കൂടുതൽ കൊറോണ വരുമോ എന്നുള്ള ഭയം കൊണ്ട് മരിച്ചവരാണ് കൂടുതൽ എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ കൊറോണ വരുമോ എന്ന് കരുതി ഒരു നെഗറ്റീവ് ബിലീഫ് സിസ്റ്റത്തിൽ ഇപ്പോഴും ജീവിക്കുന്ന ആളുകളുണ്ട്, അല്ലേ? കൊറോണ വരുമോ? ഇനിയിപ്പം ചൈനയില് ഏതോ തുടങ്ങിയെന്നിപ്പോ റിപ്പോർട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അമേരിക്കയിൽ കാട്ടുതീ ആയതുകൊണ്ട് ഇപ്പൊ അതിനെപ്പറ്റി വലിയ ചർച്ചയൊന്നുമില്ല. കാട്ടുതീ അണയുമ്പോഴത്തേക്ക് അത് വീണ്ടും പൊങ്ങുമെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ആ മരണഭയം, അല്ലെങ്കിൽ ഞാൻ മരിക്കുമോ, അല്ലെങ്കിൽ രോഗങ്ങൾ എനിക്ക് വരുമോ, ഇന്ന രോഗം ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് നാളുകൾ തോറും, അല്ലേ? എന്നാലും നമ്മൾ മരിക്കും. പക്ഷെ ഒരു ദിവസത്തിൽ 1000 പ്രാവശ്യം മരിക്കുന്ന ആളുകളെ നമുക്ക് പ്രത്യേകിച്ച് ഡോക്ടേഴ്സിന്, എസ്പെഷ്യലി ഡോക്ടേഴ്സിന് അവരെയൊക്കെ മീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെ? അതുപോലെ തന്നെ ഈ ഉത്കണ്ഠ, ആശങ്ക നാളെയെ കുറിച്ച്. ഇപ്പൊ നല്ലൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി ചിന്തിക്കുകയാണ്, നാളെ എൻ്റെ ഈ ജോലി നഷ്ടപ്പെടുമോ, നാളെ ഈ ജോലി നഷ്ടപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യും? ജോലി നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്, പക്ഷെ എന്നാലും ടെൻഷനാണ്, ജോലി നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ എന്താ പറയാ, എൻ്റെ മക്കളുടെ വിവാഹം എങ്ങനെ നടത്തും, അല്ല അവരെ എങ്ങനെ പഠിപ്പിക്കും, അയ്യോ എനിക്ക് പലരുടെയും ചിന്തകളാണ്, പെൺമക്കളാണല്ലോ, ഇനി അവരെ എങ്ങനെ വിവാഹം കഴിപ്പിക്കും, അല്ലെങ്കിൽ ഞാൻ വയസ്സായി കഴിഞ്ഞാൽ എന്നെ അവരൊക്കെ നോക്കുവോ, ഞാൻ ഈ പാടുപെടുന്നതൊക്കെ വെറുതെ ആയി പോകുമോ? ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അകാരണമായിട്ടുള്ള ഭയം, രോഗഭയം, അതുപോലെ മരണഭയം, ഇതൊക്കെ സ്ഥിരമായിട്ട് വെച്ചു പുലർത്തുന്ന ആളുകളെ സംബന്ധിച്ച് അവരിൽ ഇതിന്റെ ഊർജത്തിൻ്റെതായിട്ടുള്ള ഒഴുക്ക് തടസ്സപ്പെടും. അതിൻ്റെതായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ അവർക്കുണ്ടാകും, ശാരീരിക പ്രശ്നങ്ങളും അവർക്കുണ്ടാകും. എന്നാൽ എങ്ങനെ ഈ ചക്രയെ നമുക്ക് ബാലൻസ് ചെയ്യാം എന്നുള്ളത് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു സത്യമാണ്, മഹത് ഗ്രന്ഥങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ ഖുറാനിൽ പറയുന്ന ഒരു കാര്യമാണ്, മനുഷ്യനെ കുറിച്ച് പറയുന്നതാണ്, നീ എൻ്റെ പ്രതിരൂപമാണ്. പ്രതിരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിബിംബം. നമ്മൾ നമ്മുടെ കണ്ണാടി ഒന്ന് എടുത്ത് നോക്കുക, ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം, അല്ലേ? ദൈവത്തെയാണ്, അല്ലെ ദൈവിക അംശത്തെയാണ് നമുക്ക് ആ കണ്ണാടിയിൽ കൂടി, മിററിൽ കൂടി കാണാൻ കഴിയുന്നത്. ഇനി ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് മാലയൊക്കെ ഇട്ട് നോയമ്പൊക്കെ നോറ്റ് കാടും മേടും ഒക്കെ കടന്ന് മലയൊക്കെ ചവിട്ടി ശ്രീ അയ്യപ്പ സന്നിധാനത്തിൽ എത്തുമ്പോൾ അവിടെയും എഴുതി വെച്ചിരിക്കുകയാണ് തത്വമസി, നീ തേടി വന്നത് എന്താണോ അത് നീയാണ്, അല്ലെ നിന്നിലുണ്ട്. അവിടെ അത് തന്നെയാണ് പറയുന്നത്, അല്ലേ? ഖുറാനിൽ പറയുന്ന അതേ കാര്യം തന്നെയാണ് പറയുന്നത്, എന്റെ പ്രതിരൂപം നീ തന്നെയാണ്, ഞാൻ നിന്നിലുണ്ട്, നീ തന്നെയാണ് ഞാൻ. ഇനി ബൈബിളിലേക്ക് വരുമ്പോഴും അവിടെയും പറയുന്നുണ്ട്, എന്റെ രൂപത്തിലും എന്റെ സാദൃശ്യത്തിലുമാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്, സകലത്തിനും അവകാശിയായിട്ടുള്ള സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ എത്രയോ ശ്രേഷ്ഠരാണ് എന്നുള്ള കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യകതയുണ്ട്. നമ്മൾ ചവിട്ടി തേച്ച് പോകുന്ന പുൽക്കൊടി, അല്ലെ, അത് വളരെ വേസ്റ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കും, ഈ പുല്ല്. പക്ഷേ അത് ഒരു വൈദ്യന്റെ കണ്ണില്, അല്ലെ, ഞാൻ ഡോക്ടേഴ്സിനോട് തന്നെയാ പറയുന്നത്, ഒരു വൈദ്യന്റെ കണ്ണില് ആ പുൽക്കൊടി എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചൊരു ഔഷധക്കൂട്ടായിരിക്കും. ചിലപ്പോൾ അദ്ദേഹത്തിന് അതിൽ നിന്നൊരു ഔഷധക്കൂട്ട് നിർമ്മിക്കുവാൻ കഴിയും. അപ്പൊ ആ പുൽക്കൊടിക്ക് അത്രയും ഒരു ശ്രേഷ്ഠത ഇവിടെ പ്രപഞ്ചത്തിൽ ഉണ്ടെങ്കിൽ മനുഷ്യരായിട്ടുള്ള നമുക്ക് എത്രമാത്രം ശ്രേഷ്ഠത ദൈവം നൽകിയിട്ടുണ്ട് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീനോട് ഒരിക്കൽ അദ്ദേഹത്തിന്റെ ശിഷ്യൻ ചോദിച്ചു, നമ്മളെ എന്തിനാണ് ഇവിടുത്തെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രപഞ്ചം ഇവിടെ യാദൃച്ഛികമായിട്ട് സംഭവിച്ചതാണെങ്കിൽ നമ്മൾ ഇവിടെ യാദൃച്ഛികമായിട്ട് സംഭവിച്ചതാണ്. എന്നാൽ പ്രപഞ്ചത്തിന് ഇവിടെ ഒരു അർത്ഥമുണ്ടെങ്കിൽ, പ്രപഞ്ചം എന്ന് പറയുന്നതിന് ഒരു അർത്ഥമുണ്ടെങ്കിൽ മനുഷ്യന് ഒരർത്ഥമുണ്ട്, ഈ സകല ചരാചരങ്ങൾക്കും ഒരർത്ഥമുണ്ട്. മഹത്തായ വാക്കുകളാണ്, ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ പർപ്പസ് എന്താണ്? നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത്? ഹു ആം ഐ, വാട്ട് ഈസ് മൈ പർപ്പസ്? ഇത് തെരഞ്ഞു പിടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പിന്നെ ഈ മരണഭയത്തിന്റെ ആവശ്യമൊന്നുമില്ല. അദ്ദേഹം ഒരു വട്ടം മാത്രമേ മരിക്കുകയുള്ളൂ. എന്നാലും മരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. ആ ഒരു വട്ടം അദ്ദേഹം അന്തസ്സായിട്ട് മരിക്കും, അല്ലെ? അപ്പൊ നമുക്കിങ്ങനെ ഡെയിലി മരിക്കേണ്ട ആവശ്യമില്ല, ഡെയിലി ആയിരക്കണക്കിന് തവണ ഇങ്ങനെ മരിക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മൾ മാറ്റപ്പെടും. അത് മരിക്കുക എന്ന് പറഞ്ഞാൽ വേറൊരു അവസ്ഥയിലേക്ക് മാറുകയാണ്. അതും വളരെ സന്തോഷകരമായ അനുഭവമാണ്. വേറൊരു അവസ്ഥയിലേക്ക്, ഒരു ഊർജ്ജ മാറ്റത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പർപ്പസ് എന്താണ്, നമ്മുടെ ലക്ഷ്യം എന്താണ്, ഓരോ ദിവസവും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാത്ത ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ
ഇപ്പോൾ ഞാൻ മറ്റുള്ളവരെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എൻ്റെ ഒരു ലക്ഷ്യങ്ങളിൽ ഒന്നാണെങ്കിൽ ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇവിടെ ഡോക്ടേഴ്സ് ആയിട്ടുള്ള ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, അല്ലേ? അപ്പൊ അവർക്ക് ദൈവം നൽകിയിട്ടുള്ള ഒരു വരദാനം, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞോ അല്ലെ അറിയാതെ നമ്മളിലേക്ക് അത് നിക്ഷേപിച്ചതാണ്. എങ്ങനെ ചിലര് ആഗ്രഹിച്ച് എത്തിയിട്ടുള്ളവരുണ്ടാകാം, ചിലര് യാദൃച്ഛികമായിട്ട് വന്നിട്ടുള്ളവരുണ്ടാകാം ഡോക്ടേഴ്സ് ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? മറ്റുള്ളവരെ മരണത്തിൽ നിന്നും എഴുന്നേൽപ്പിക്കുക, അവർക്ക് സാന്ത്വനം നൽകുക, സമാധാനം നൽകുക. ഒരു ഘട്ടത്തിൽ, ചില ഘട്ടങ്ങളിൽ ചില ആളുകളുടെ യഥാർത്ഥ ദൈവം എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ഡോക്ടർ ആയിരിക്കും, അല്ലെ? ഇതുപോലെ മറ്റുള്ള എന്നെ കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു സത്യം, നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത്? ഹൂ ആമായി, ഞാൻ ആരാണ്, എന്താണ് എൻ്റെ പർപ്പസ് എന്ന് മനസ്സിലാക്കുന്നിടത്ത് നമ്മുടെ ഈ ഊർജത്തെ നമുക്ക് സംരക്ഷിക്കുവാൻ കഴിയും, കൂടുതലായിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുവാൻ കഴിയും. അപ്പോൾ ഈ ഒരു തോട്ടിലൂടെ ഈ ഇൻഫോർമേഷൻ, പുതിയൊരു ബിലീഫ് സിസ്റ്റം നമ്മളിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. അതിലൂടെ നമുക്ക് ഈ ഒരു ചക്രയെ നമുക്ക് ആക്റ്റീവ് ആക്കുവാൻ കഴിയും. അടുത്തതായിട്ട്, രണ്ടാമതായിട്ട് സേക്രൽ ചക്ര. സേക്രൽ ചക്ര എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്ഷൽ ഓർഗന് തൊട്ട് മുകളിൽ, പൊക്കിളിന് തൊട്ട് താഴെയായിട്ടുള്ള ഭാഗത്താണ് ഇതിന്റെ ഒരു ഫീലിംഗ് നമുക്ക് അനുഭവപ്പെടുന്നത്. അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ എപ്പോഴാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെക്ഷൽ ഫീലിംഗ് ഉണ്ടാകുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു ചക്ര ആക്റ്റീവ് ആകുന്നത്. അത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളവരാണ്. അപ്പോൾ സെക്ഷൽ ഫീലിംഗ് എപ്പോൾ ഉണ്ടാകുന്നു, അതിൻ്റെതായിട്ടുള്ള അനുരണനങ്ങൾ നമുക്ക് ആ ഭാഗത്തുണ്ടാകും. അപ്പോൾ ഈ ഒരു ചക്ര ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം എപ്പോഴും ഈ കുറ്റബോധം അനുഭവിച്ച് ജീവിക്കുന്നവരായിരിക്കും. എപ്പോഴും ഇങ്ങനെ കുറ്റബോധത്തിൽ, എന്താണെന്നറിയില്ല, എന്തെന്നില്ലാത്ത കുറ്റബോധം അദ്ദേഹത്തെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ അദ്ദേഹം എപ്പോഴും ഒരു സംശയ രോഗത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരാളായിരിക്കും. അതുപോലെ തന്നെ നിരാശയിൽ ആണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. എങ്ങനെയാണ് ഈ കുറ്റബോധം സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ അറിവില്ലാത്ത സമയത്ത് നമ്മൾ ചില തെറ്റുകളിലേക്കൊക്കെ ചെന്ന് പെട്ടുപോകും, അല്ലെ? അന്നറിയില്ല ഇത് ചെയ്യുന്നത് തെറ്റാണെന്നറിയില്ല. അപ്പോ ഇപ്പം ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ ഇപ്പോ ഈ സെക്ഷലി ഉള്ള എന്തെങ്കിലും ഈ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒക്കെ യാദൃച്ഛിക കണ്ടുപോയി കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ അവരുടെ സ്കിപ്പായി പോകും. കാരണം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രത്യുൽപാദനം എന്ന് പറയുന്നത് മനുഷ്യന്റെ അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങളുടെ ആവശ്യങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ആവശ്യം അത് പ്രപഞ്ചത്തിൻ്റെതാണ്. കാരണം പ്രപഞ്ചത്തിന് ഇവിടെ ഇത് സൃഷ്ടിയെ നിലനിർത്തണമെങ്കിൽ ഒരു ഭാഗത്ത് സൃഷ്ടി ഉണ്ടാകുന്നു, ഒരിടത്ത് ജനനം, ഒരിടത്ത് മരണം. അതിവിടെ വളരെ എന്താ പറയുക, ഒരു എഞ്ചിനീയറിംഗ് സിസ്റ്റം ആ എഞ്ചിനീയർ ഇവിടെ നിർവഹിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോളിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തിനോടെങ്കിലും ക്യൂരിയോസിറ്റി, എന്തുകൊണ്ട് അത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിലപ്പോൾ മതങ്ങളോ അല്ലെങ്കിൽ ഗുരുക്കന്മാരോ അല്ലെങ്കിൽ പേരൻസോ പോലും ഇന്ന കാര്യങ്ങൾ കാണരുത്, കേൾക്കരുത്, ചെയ്യരുത് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിനോടുള്ള ക്യൂരിയോസിറ്റി അവർക്ക് കൂടിയേക്കാം. അതിന്റെ പേരിൽ ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പോയേക്കാം, സ്കിപ്പായി പോയേക്കാം. പക്ഷെ അത് നാൾക്ക് നാള് അവരിൽ ആ കുറ്റബോധം ഉണ്ടാവുന്ന സമയത്ത് അത് ജീവിതകാലം മുഴുവൻ അവരെ അത് വേട്ടയാടും എന്നുള്ളതാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവരുണ്ട്. ഇപ്പം അവസരോചിതമായിട്ട് ഒരു കുട്ടി ഇന്നലെ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു സ്ലൈഡ് തയ്യാറാക്കുന്ന സമയത്താണ് ആ കുട്ടി എനിക്ക് ആ മെസ്സേജ് അയച്ചത്. അവൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏട്ടാ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പൊതുസമൂഹം അതൊരു മോശമായിട്ടല്ലേ കാണുന്നത്? നമ്മുടെ രാജ്യത്ത് ആ കാര്യത്തിന് വേണ്ടത്ര ലൈംഗിക വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ല, അതിനൊരു അപരാധമായി കാണുന്നു. എനിക്ക് അതിനെക്കുറിച്ച് അധികം അറിയില്ല, പക്ഷെ എല്ലാവരും മോശമായിട്ടാണ് പറയുന്നത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? വീഡിയോ ഒക്കെ ഇല്ലേ, അതൊക്കെ കണ്ടാൽ മോശമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി ഒന്ന് പറയാമോ എന്ന് ആ ഒരു കുട്ടി ഈ അവസരോചിതമായിട്ട് ഈ ഒരു ടോപ്പിക് വന്നപ്പോൾ എനിക്കത് പറയേണ്ടി വരികയാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് തിരിച്ചറിവ് വരുന്ന സമയത്താണ് നമ്മൾ ആ തെറ്റിൽ നിന്നാണ് നമ്മൾ ലേൺ ചെയ്യുന്നത്, അല്ലെ? തെറ്റിൽ നിന്നാണ് ശരിയിലേക്ക് വരുന്നത്. അപ്പോ നിയന്ത്രിക്കേണ്ട ഭാഗത്ത് നമ്മൾ നിയന്ത്രിക്കുക. ഇനി നിയന്ത്രിക്കാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് ആ തിരിച്ചറിവ് വരുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് പിന്തിരിയുക. അത്രമാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. പിന്നെ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞൊരു കാര്യം, നമുക്ക് ഈ ഒരു ടീനേജ് പ്രായത്തിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും. അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ പോയി നോക്കിയിട്ട് തന്നെ കാര്യം, അല്ലേ? ഇപ്പം 18+ എന്ന് എവിടുന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ അതിന് താഴെയുള്ള കുട്ടികൾക്ക് അതെന്താണെന്ന് നോക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും.
നമുക്ക് അന്നേരം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, നമ്മൾ എതിർലിംഗത്തിലുള്ള ആളുകളോട് കൂടുതലായിട്ട് ഇടപെടാൻ ശ്രമിക്കുക, അവരുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെ അവരുമായിട്ട് ഇടപഴകുമ്പോൾ ഓക്കെ, ഞാനും എന്നെ പോലെ തന്നെ ഉള്ള ശരീരം അല്ലെ, എന്നെ നിർമ്മിച്ചതുപോലെ തന്നെ അവളെയും അല്ലെ അവനെയും നിർമ്മിച്ചിരിക്കുന്നു. പിന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺസിന്റെ വ്യതിയാനത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അവനിൽ അല്ലെങ്കിൽ അവളിൽ ഉണ്ടാകുന്നു, അത്രേ ഉള്ളൂ എന്ന് കൂടുതൽ നമ്മൾ അടുത്തറിയുമ്പോൾ ഇതിനൊരു പരിഹാരം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ അതിന് പകരമായിട്ട് പേരൻസോ അല്ലെങ്കിൽ ഗുരുക്കന്മാരോ ഒക്കെ തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻസ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമായിരിക്കും. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ സംശയ രോഗങ്ങൾ. ഭാര്യയ്ക്ക് ഭർത്താവിനെ സംശയം, ഭർത്താവിന് ഭാര്യയെ സംശയം, ബോസിന് സ്റ്റാഫിന് സംശയം, കൊളീഗ്സ് തമ്മിൽ സംശയം, ഫ്രണ്ട്സിനെ സംശയം, റൂമിലുള്ളവരുമായിട്ട് താമസിക്കുന്ന സമയത്ത് അവരെ സംശയം. ഇതൊക്കെ ഇതിന്റെ ഭാഗങ്ങളായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഈ നിരാശയിൽ ആണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഇപ്പോ എന്താ പറയുക, എനിക്ക് നീളം കൂടിപ്പോയി, എനിക്ക് നീളം കുറഞ്ഞു പോയി, ഞാൻ ഇച്ചിരി ഫാറ്റി ആയിപ്പോയി, ഞാൻ കറുത്തതാണ്, ഞാൻ ഒരുപാട് വെളുത്തതാണ്. ഇങ്ങനെയൊക്കെ ഈ മനസ്സിൽ അല്ലെ, എന്നോ ആരോ പറഞ്ഞ ആ ഒരു തെറ്റായ ഇൻഫോർമേഷൻ, കളിയാക്കിയതൊക്കെ ആയിരിക്കാം, കുട്ടിക്കാലത്ത് കളിയാക്കിയതാണ്. അപ്പൊ അതൊക്കെ ഒരു ബാഡ് ഇൻഫോർമേഷൻസ് ആയിട്ട് ഉള്ളിലേക്ക് കിടക്കുമ്പോഴേക്കും ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്നുള്ള രീതിയിൽ ആ സമൂഹത്തിന്റെ വെളിയിലേക്ക് പുറത്തേക്ക് വരാതെ തന്നിലേക്ക് തന്നെ ചുരുങ്ങി പോകുന്ന ഒരവസ്ഥ അവരിൽ ഉണ്ടാവും. നമുക്ക് ഈ ഒരു ചക്രയെ നമുക്ക് ബാലൻസ് ചെയ്തെടുക്കാൻ കഴിയും. പുതിയ നല്ല ഇൻഫോർമേഷൻസ് കൊടുക്കാനായിട്ട് നമ്മൾ സ്വയം ആ, ചിന്തിക്കുക. അതായത് ഞാൻ എൻ്റെ തെറ്റിനെയും ശരിയെയും അതിന്റെ പരിപൂർണതയിൽ അംഗീകരിക്കുന്നു. ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും, ആ തെറ്റുകൾ ഞാൻ ആവർത്തിക്കും എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. ആ തെറ്റുകളിൽ നിന്ന് ഞാൻ പാഠങ്ങൾ ഉൾക്കൊള്ളും. എന്റെ ശരികൾ എന്താണോ അതിൽ നിന്ന് ഞാൻ ആ ശരികളെ കൂടുതൽ സ്ട്രെങ്ത് ആക്കും. എന്റെ തെറ്റുകളെ ഞാൻ ഓവർകം ചെയ്യും, എന്റെ ശരികളെ ഞാൻ കൂടുതൽ സ്ട്രെങ്ത് ആക്കും. അങ്ങനെ എന്റേതായിട്ടുള്ള ഒരു പരിപൂർണതയിൽ ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഐ ലവ് മൈ സെൽഫ്, ഐ റെസ്പെക്ട് മൈ ലൈഫ്. ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിയുമ്പോൾ, പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കം എന്ന് കവി പാടിയതുപോലെ, ഞാൻ എന്റെ തെറ്റിനെയും ശരിയെയും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. എന്റെ തെറ്റിൽ നിന്നും ഞാൻ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നു. എന്റെ ശരിയെ ഞാൻ പൂർണ്ണമായിട്ട് ശക്തമാക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ നമ്മൾ നിരന്തരമായിട്ട് ചിന്തിച്ചൊരു ബിലീഫ് സിസ്റ്റത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ചക്രയെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു എനർജി സെന്ററിനെ എന്ത് ചെയ്യാൻ കഴിയും? ഊർജ്ജവൽക്കരിക്കാൻ കഴിയും. അടുത്തതായിട്ട് വരുന്നത് സോളാർ പ്ലക്സസ്. അത് നമ്മുടെ ഈ പുക്കിളിന്റെ തൊട്ടു മുകളിലുള്ള ഒരു ഭാഗത്താണ് അതിന്റെ ഒരു പ്രഭാവം നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ എപ്പോഴാണത് ഫീൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ആത്മവിശ്വാസത്തിന്റെ ആത്മാഭിമാനത്തിന്റെ ഒക്കെ ഒരു സ്രോതസ്സായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തെ, ഈ പുക്കിളിന് തൊട്ടു മുകളിലുള്ള ഈ ഭാഗത്തെ നമുക്ക് വിശേഷിപ്പിക്കുവാൻ കഴിയും. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോ നൂറുകണക്കിന് ആളുകൾ ഇരിക്കുന്ന ഒരു സദസ്സിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ വേദിയിലാണെങ്കിൽ ഒരു മനുഷ്യൻ പ്രസംഗിക്കുന്നു, ഒരു പ്രാസംഗികൻ നിന്ന് പ്രസംഗിക്കുകയാണ്. അപ്പൊ അദ്ദേഹം യാദൃശ്ചികമായിട്ട് നമ്മളുടെ പേര് വിളിച്ച് നമ്മളെ എഴുന്നേൽപ്പിക്കുകയാണ്, എന്നിട്ട് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ആ ഒരു സമയത്ത് അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു കത്തൽ അല്ലെ, വയറിന്റെ ഉള്ളിൽ നിന്നില്ലാത്തൊരു കത്തലോ കാളലോ ഗ്യാസൊക്കെ ഇങ്ങനെ വന്ന് നിറയുന്നതായിട്ടോ, അതിങ്ങനെ മുകളിലേക്ക് വന്ന് ഇങ്ങനെ നെഞ്ചിന്റെ അവിടെ പ്രശ്നം, പിന്നെ തൊണ്ടയുടെ അവിടെ വന്ന് അവിടെ പ്രശ്നം, ചില ആളുകൾ ബോധം കെട്ട് വീണേക്കാം, സ്റ്റേജിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ബോധം കെട്ട് വീണേക്കാം. അതുപോലെ തന്നെ ഇപ്പൊ സ്റ്റേജ് ഫിയർ, സോഷ്യൽ ഫോബിയ, ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയുവാൻ കഴിയും. ഇത് ഇംബാലൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ച് പാട്ട് പാടാൻ അറിയാം, പക്ഷേ സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്ക് ചുറ്റും ഒന്നും കാണാൻ പറ്റുന്നില്ല സാറേ എന്ന് പറയുന്ന ഒരവസ്ഥ അല്ലെ. ഫുൾ ബ്ലാങ്ക് ആയി പോകുന്നു. എക്സാമിന് ചെല്ലുമ്പോൾ എല്ലാം പഠിച്ചിട്ടാണ് ചെല്ലുന്നത്, എല്ലാം മറന്നു പോകുന്നു. ഇന്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് എല്ലാം പ്രിപ്പയർഡ് ആയിട്ടാണ് പോകുന്നത്, പക്ഷെ ഇന്റർവ്യൂവിനെ കാണുമ്പോഴത്തേക്ക് ബോധം പോകുന്നു, ഒന്നും വായിൽ നിന്ന് വരുന്നില്ല, അതിൽ ഐ ടു ഐ കോണ്ടാക്ട് കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഈ ഒരു ചക്രയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ്. അത് കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന കുറെ കാര്യങ്ങൾ, ഇതെല്ലാം കുട്ടിക്കാലത്ത് തന്നെ സംഭവിക്കുന്നതാണ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, 4 പേര് കൂടിയിരിക്കുന്നിടത്തേക്ക് നമ്മളോ അല്ലെങ്കിൽ ഒരു കുട്ടി കടന്നു ചെല്ലുമ്പോൾ ചില പേരൻസ് ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യും. എന്ന് വെച്ചാൽ ഗസ്റ്റിന്റെ മുമ്പിൽ എന്റെ കുട്ടി എന്നെ നല്ല രീതിയിൽ അനുസരിക്കുന്നു എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ. 4 പേര് സംസാരിക്കുന്നിടത്ത് അല്ലെങ്കിൽ മുതിർന്നവർ സംസാരിക്കുന്നിടത്ത് നിനക്ക് എന്താണ് കാര്യം, പൊക്കോ അപ്പുറത്തെന്ന് പറയും. അപ്പൊ ഇത് നിരന്തരമായിട്ട് ഇങ്ങനെ ആ കുട്ടി അത് കേൾക്കേണ്ടി വരുമ്പോൾ, കുട്ടിക്ക് അറിയില്ല ഈ വന്നിരിക്കുന്ന മഹാനാണോ പ്രവാചകനാണോ രാജാവാണോ എന്ന് കുട്ടിക്ക് അറിയില്ല. അവൻ വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി അവിടെ വന്ന് നിൽക്കും, ഗസ്റ്റിനോട് സംസാരിക്കാൻ ശ്രമിക്കും, ചിലപ്പോൾ അവരുടെ മടിയിൽ കയറി ഇരുന്നെന്ന് വരും, ചിലപ്പോൾ അവിടെ വെച്ചിരിക്കുന്ന സ്നാക്സോ സ്വീറ്റോ എടുത്ത് വായിൽ വെച്ചെന്ന് വരും.
സത്യത്തിൽ അവനൊന്നും അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് അവൻ അത് ചെയ്യുന്നത്. പക്ഷെ അതിനെ ആ വിലക്കുന്ന സമയത്ത് അവന്റെ മനസ്സിലേക്ക് അത് സ്ഥിരമായിട്ട് അവൻ കാണേണ്ടി വരുമ്പോൾ, അല്ലെ അനുഭവിക്കേണ്ടി വരുമ്പോൾ, അവന് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നാലാളുടെ മുമ്പിൽ നിൽക്കാൻ യോഗ്യനല്ല, അല്ലെങ്കിൽ നാലാളുടെ മുമ്പിൽ സംസാരിക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു തോന്നൽ ആ കുട്ടിയിലേക്ക് വരിക തന്നെ ചെയ്യും, അല്ലെ? അല്ലെങ്കിൽ വീട്ടില് പേരൻസ് തമ്മിൽ പ്രശ്നമുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അവരെപ്പോഴും വഴക്കിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇത് നിരന്തരമായിട്ട് കാണുന്ന കുട്ടിക്ക് പുറത്ത് ആളുകളെ ഫേസ് ചെയ്യാൻ മടിയായിരിക്കും. അതുപോലെ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു അച്ഛനാണെങ്കിൽ, അപ്പോൾ അയാളാണെങ്കിൽ ഇപ്പം എന്നും ജംഗ്ഷനിൽ വന്ന് നല്ല രീതിയിൽ ഇങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കുട്ടിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ, മറ്റുള്ളവരെ അഭിമുഖീകരിക്കാനോ അല്ലെങ്കിൽ കൂട്ടുകാരെ ഫേസ് ചെയ്യാനോ നാട്ടുകാരെ ഫേസ് ചെയ്യാനോ ഒക്കെ ഭയങ്കര മടിയായിരിക്കും, അല്ലെ? അങ്ങനെയാണ് ഈ സ്റ്റേജ് ഫിയർ അല്ലെങ്കിൽ ഈ സോഷ്യൽ ഫോബിയ അവരിലേക്ക് വരുന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഈ ആത്മവിശ്വാസം അല്ലെങ്കിൽ ആത്മാഭിമാനം അവരിൽ കുട്ടിക്കാലം മുതലേ കെട്ടടങ്ങി പോകും. എന്നിട്ട് ഈ വഴക്ക് പറഞ്ഞ മാതാപിതാക്കൾ തന്നെ 10-20 വയസ്സാകുമ്പോഴത്തേക്ക് അവരോട് തന്നെ പറയും, ഇറങ്ങി എന്തെങ്കിലും ജോലിക്ക് പൊയ്ക്കൂടെ, ഒരു ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തുകൂടെ. ഇപ്പൊ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ജോലി കിട്ടണമെങ്കിൽ ചിലപ്പോൾ ആദ്യം ഒരു എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വരും. എല്ലാം പഠിച്ചിട്ട് അവിടെ ചെല്ലും, എല്ലാം മറന്നു പോകുന്ന അവസ്ഥ, ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥ, ആത്മാഭിമാനം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് എല്ലാം പഠിച്ചിട്ട് ചെല്ലും, പ്രിപ്പയർഡ് ആയിട്ടായിരിക്കും ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോഴും അവരുമായിട്ട് ഐ ടു ഐ കോണ്ടാക്ട് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ, ഉള്ളിൽ എന്തെന്നില്ലാത്ത കാളൽ, എന്താണെന്നറിയില്ല, അല്ലെ? അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിൽ ആദ്യം അങ്ങനെ പ്രശ്നം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മറ്റുള്ളവർ വിമർശിക്കും എന്ന് കരുതുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതൊരു ആക്ഷനിലേക്ക് ആദ്യം വരേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ കഴിവുണ്ട്, പക്ഷേ മറ്റുള്ളവർ വിമർശിക്കുമോ, മറ്റുള്ളവർ കളിയാക്കുമോ എന്നുള്ള ഭയം കൊണ്ട് നിങ്ങളത് മാറ്റി വെച്ചിരിക്കുകയാണ്. നിങ്ങളത് മറ്റുള്ളവർ വിമർശിക്കട്ടെ, കീറിമുറിക്കട്ടെ, നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക. ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ നടക്കുന്നു, ഓടുന്നു, ചാടുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലുള്ള ഒരു വ്യക്തിക്ക് ഒരു അറിവ് കിട്ടി, പറക്കാം, ഇങ്ങനെയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ പറക്കാം. അപ്പോ അവൻ ഈ ആളുകളുടെ മുമ്പിൽ നിന്ന് പറക്കാൻ ശ്രമിക്കുകയാണ്. ബാക്കി എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ പറക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇപ്പൊ ഈ ചുറ്റുമുള്ളത് നോക്കുമ്പോൾ, ചേട്ടാ ഇവൻ പറക്കുന്നു, എനിക്കില്ലാത്തത് അവന് വേണ്ട. ആ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു സൈക്കോളജിക്കലി പറയുമ്പോൾ മനുഷ്യന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അന്നേരം വർക്ക്ഔട്ട് ആവും. അന്നേരം എന്ത് ചെയ്യും, ഇവനെ പിടിച്ച് താഴോട്ടിടും. അപ്പൊ താഴെ വീണിട്ട് എന്നെ ഇവനായിട്ട് നല്ല രീതിയിൽ കളിയാക്കാം, പറക്കാൻ പോയേക്കുന്നു, എല്ലാവരും ഇവിടെ നടന്നുകൊണ്ടിരിക്കുക, അവൻ മാത്രം പറക്കാൻ നിൽക്കുന്നു. അപ്പൊ ഇവൻ എന്ത് ചെയ്യും, ഇനി മറ്റുള്ളവർ കളിയാക്കണ്ട, ഇനി അല്ലെങ്കിൽ ഇവർക്ക് സന്തോഷമായിക്കൊള്ളട്ടെ, അവരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവൻ അവന്റെ കഴിവിനെ അങ്ങോട്ട് മാറ്റി വെക്കും. നമ്മളത് വീണ്ടും ട്രൈ ചെയ്യും, വീണ്ടും പറക്കാനായിട്ട് അവൻ ശ്രമിക്കുന്നു. ഒരു ദിവസം ചെയ്തു, 2 ദിവസം ചെയ്തു, 3 ദിവസം ചെയ്തു, കളിയാക്കി കളിയാക്കി അവസാനം അവർക്ക് തന്നെ മടുക്കും, അല്ലെ? 4-5 ദിവസം കളിയാക്കിയിട്ട് ഒരു രക്ഷയില്ല, അവൻ പോയത് തന്നെ, അവൻ ഡെയിലി ജിമ്മിന് പോയി, അവൻ മസിൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് തന്നെ, അല്ലെങ്കിൽ അവൻ പ്രസംഗിക്കാൻ തീരുമാനിച്ചത് തന്നെ, അല്ലെങ്കിൽ അവൻ പാടാൻ തീരുമാനിച്ചത് തന്നെ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവൻ എങ്ങനെയെങ്കിലും ട്രൈ ചെയ്ത് മേളിൽ ഇങ്ങനെ നിന്ന് പറക്കാൻ ശ്രമിക്കുന്ന സമയത്ത്, പറന്നുകൊണ്ടിരിക്കുമ്പോൾ താഴെയുള്ള ഒരു ക്രെഡിറ്റ് എടുക്കാൻ തുടങ്ങും. ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ പറക്കാനുള്ള കഴിവുണ്ടെന്ന്. എന്നിട്ട് മറ്റൊരാൾ പറയും, നീ അങ്ങനെ പറഞ്ഞിട്ടില്ല, നീ പറക്കാൻ കഴിയത്തില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ, ഞാനാണ് അവന് ആത്മവിശ്വാസം നൽകിയത്, അവന് പറക്കാൻ കഴിയുമെന്ന് എനിക്ക് അന്നേ അറിയാമായിരുന്നു. അന്നേരം അവർ ക്രെഡിറ്റ് എടുക്കാൻ തുടങ്ങും. അപ്പൊ ഞാൻ പറയുന്നത് എത്ര മാത്രമേ ഉള്ളൂ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പൊയ്ക്കൊള്ളാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനിപ്പോ ഇവിടെ വന്നിട്ടുള്ള പ്രവാചകന്മാരാവട്ടെ, മഹാത്മാക്കളാകട്ടെ, ആരോ ആയിക്കൊള്ളട്ടെ, അവര് നിലനിന്നിരുന്ന ആ സമയത്ത് അവരെ ആരും അംഗീകരിച്ചിരുന്നില്ല. ബുദ്ധനും നബിയും ക്രിസ്തുവും ഇവരൊക്കെ ജീവിച്ച കാലഘട്ടത്തിൽ അവർ കൂടുതലായിട്ട് ആട്ടും തുപ്പും പരിഹാസവും കിട്ടിയിരുന്ന അവരുടെ ഗോത്രത്തിൽ നിന്നും, വംശത്തിൽ നിന്നും, അവരുടെ സൊസൈറ്റിയിൽ നിന്നുമായിരുന്നു, അല്ലെ? അവരെ ആരും അംഗീകരിച്ചിരുന്നില്ല. പക്ഷെ അവരെന്ത് ചെയ്തു, അവരുടെ ആശയങ്ങളുമായിട്ട് അവർക്ക് എന്താണോ ഈ ലോകത്തിൽ ചെയ്യാനുള്ളത് അത് ചെയ്ത് തന്നെ മുന്നോട്ട് പോകുമെന്ന് അവർ പ്രതിജ്ഞ എടുത്തു. വധിക്കുമെന്നൊക്കെ പറഞ്ഞു, അവസാനം വധിക്കുകയും ചെയ്തു. എന്നാലും അവരുടെ ആശയങ്ങളിൽ നിന്ന് അവർ പിന്തിരിഞ്ഞില്ല. അപ്പൊ ആരും നമ്മളെ കീറിമുറിക്കട്ടെ അല്ലെങ്കിൽ വിമർശിക്കട്ടെ, നമുക്ക് ചെയ്യാനുള്ള കാര്യം ചെയ്ത് മുന്നോട്ട് പോകും എന്ന് തീർച്ചപ്പെടുത്തുക. ലോക തത്വചിന്തകനായിട്ടുള്ള എമേഴ്സൺ പറഞ്ഞൊരു കാര്യമുണ്ട്. അമേരിക്കൻ തത്വചിന്തകനാണ്. ഓരോ മനുഷ്യരും നിങ്ങൾക്ക് പ്രതിഭാധനരായിട്ടുള്ള ആളുകളെ കാണണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, അടുത്തുള്ള ശ്മശാനങ്ങളിലേക്ക് പോയാൽ മതി. അവിടെ ധാരാളം പ്രതിഭാധനരായിട്ടുള്ള ആളുകളെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഫ്രണ്ട്സ്, ഓരോ മനുഷ്യരും ഇവിടെ ജനിച്ചിട്ടുള്ള ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുമായിട്ടാണ്. ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് നേരാവണ്ണം ഉപയോഗിക്കാതെ അവരോടൊപ്പം തന്നെ
തുരുമ്പെടുത്ത് മണ്ണിൽ ലയിച്ചു പോയിട്ടുള്ള ചരിത്രങ്ങൾ നമുക്ക് മുൻപിൽ തന്നെയുണ്ട്. അത് ശ്മശാനങ്ങളിൽ പോയി നോക്കാനാണ് ആ തത്വചിന്തകൻ നമുക്ക് പകർന്നു നൽകുന്നത്. എന്താണ് ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്? നമ്മുടെ കഴിവുകളാണ്. എന്താണോ നമ്മുടെ കഴിവുകൾ, അതിനെ നേരാവണ്ണം ഉപയോഗിക്കാതെ, പാടാനാണോ, ആടാനാണോ, ഡോക്ടർ ആകാനാണോ, പൈലറ്റ് ആകാനാണോ, എന്താണെന്നറിയില്ല. ഓരോ മനുഷ്യരും യുണീക്കാണ്. യുണീക്ക് ആയതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോ ടാലന്റ് ആണ്. അത് ഉപയോഗിക്കുവാൻ കഴിയാതെ എത്രയോ പേർ ശ്മശാനങ്ങളിൽ ഉറങ്ങുന്നു. അപ്പൊ ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിനെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ, മറ്റുള്ളവർ വിമർശിക്കട്ടെ, മറ്റുള്ളവർ കളിയാക്കട്ടെ, എന്റെ ലക്ഷ്യം ഇതാണ്, അല്ലെ? ആ ലക്ഷ്യം ഞാൻ പൂർത്തീകരിച്ചിട്ടേ ഇവിടെ നിന്ന് പോകൂ. അത് പൂർത്തീകരിച്ചിട്ടേ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയും. കാരണം പ്രപഞ്ചം ആ രീതിയിലാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആശയം, അല്ലെങ്കിൽ ആ പ്രപഞ്ചത്തിന്റെ ആശയം എന്താണോ, ആ പർപ്പസ് എന്താണോ, ഐൻസ്റ്റീൻ ആദ്യം പറഞ്ഞതുപോലെ പ്രപഞ്ചത്തിന് ഒരു അർത്ഥമുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള എല്ലാറ്റിനും ഒരു അർത്ഥമുണ്ട്. ഒരു പുൽക്കൊടിക്ക് ഒരു അർത്ഥമുണ്ടെങ്കിൽ ഈ മനുഷ്യരായിട്ടുള്ള നമ്മൾക്കും വലിയൊരു അർത്ഥമുണ്ട്, അല്ലെ? അത്രയും ശ്രേഷ്ഠമായി നമ്മളെ ഇവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുകയാണ്. അത് നമ്മളിലൂടെ ഒഴുകണമെങ്കിൽ നമ്മൾ നമ്മുടെ ആശയങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. താൻ പാതി ദൈവം പാതി എന്നാണ്, അല്ലെ? നമ്മുടെ പാതി നമ്മൾ ചെയ്തു വെച്ചെങ്കിൽ മാത്രമേ പിന്നെ സംഭവിക്കുന്നത് ദൈവത്തിന്റെ അത്ഭുതങ്ങളാണ്, അല്ലെ? ദൈവത്തിന്റെ പാതി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് അത്ഭുതങ്ങളായിട്ടാണ് വരുന്നത്. പക്ഷെ ഇപ്പൊ ആളുകൾ പറയുന്നത് ഈ ദൈവത്തിന്റെ പാതി ഞാൻ ആദ്യം തരട്ടെ, അത് കഴിഞ്ഞിട്ട് എന്റെ പാതി ഞാൻ ചെയ്തോളാം. അതൊരിക്കലും സംഭവ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ അതിനു വേണ്ടി തയ്യാറെടുക്കുക. ദൈവത്തിന്റെ ആശയം, ദൈവത്തിന്റെ ആ പർപ്പസ്, പ്രപഞ്ചം എന്താണോ നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, അത് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്വയം തയ്യാറാവുക. നമ്മൾ ഇറങ്ങിത്തിരിക്കുക. അതിൽ കൂടി നമ്മുടെ ഈ ഊർജത്തെ നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. ആ ലോസ് ഓഫ് എനർജി നമ്മളിൽ നിന്നും ഇല്ലാതാക്കുവാൻ കഴിയും. കൂടുതൽ ആക്റ്റീവായിട്ട് നമുക്ക് പോകുവാനും കഴിയും. അടുത്തതായിട്ട് ഉള്ള ഊർജ കേന്ദ്രം, ആ എനർജി ഫീൽഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചക്ര എന്ന് പറയുന്ന അനാഹത ചക്രയാണ്. അത് നമ്മുടെ ഒരു ഹൃദയത്തിന്റെ ഈ ഒരു ഭാഗത്ത്, നമ്മുടെ നെഞ്ചിന്റെ ഈ ഭാഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവിടെയാണ് ഈ അനാഹത ചക്ര അല്ലെങ്കിൽ ഹൃദയ ചക്ര എന്ന് പറയും, അതിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഫീലിംഗ് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലാണ്. നമ്മളെ ആരെങ്കിലും, ഇപ്പം ദൈവവും സാത്താനും ഒക്കെ കുടികൊള്ളുന്നത് ഈ ഒരു ഭാഗത്താണെന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്, അല്ലെ? ദൈവം എന്ന് പറയുമ്പോൾ നന്മ, സന്തോഷം, സമാധാനം, ദയ. സാത്താൻ എന്ന് പറയുമ്പോൾ തിന്മ, അല്ലെ? ദേഷ്യം, വൈരാഗ്യം, വിദ്വേഷം, ഇതൊക്കെ അതിനകത്ത് ഉൾപ്പെടും. അപ്പൊ ഇതിന്റെ ഒരു ഫീലിങ്സ് നമുക്ക് കിട്ടുന്നത്, ഒരാൾ നമ്മളെ നല്ല രീതിയിലൊന്ന് സമൂഹത്തിന് മുൻപിൽ നിന്ന് ആക്ഷേപിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള അയൽക്കാർ നമ്മളെ നല്ല രീതിയിൽ ചീത്ത വിളിക്കുകയാണ്. നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? എന്തെന്നില്ലാത്തൊരു ദേഷ്യം ഇങ്ങനെ മനസ്സിലിങ്ങനെ, ദേഷ്യമാണോ വൈരാഗ്യമാണോ, ഇതൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങും. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനിപ്പോ ഇവിടെ ഇരുന്ന് നല്ല ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ ആരാ, നമ്മുടെ മറിയാമ്മ മാഡം ഈ മീറ്റിംഗിന്റെ റെപ്രസെന്റ് ചെയ്ത് എനിക്ക് വേണ്ടി സംസാരിക്കുകയാണ്. ഷാലു, എന്താ നിങ്ങൾ ഈ പറഞ്ഞത്? ഒരു മണിക്കൂറായിട്ട് എന്തൊക്കെയോ നിങ്ങൾ ഇട്ടിരുന്ന് പറയുന്നത് കേട്ടു. ഒന്നും മനസ്സിലായതുമില്ല, ഉറക്കം വന്നു. തീരെ ഒന്നും മനസ്സിലായില്ല, ഇതുകൊണ്ടൊന്നും നടക്കല്ലേ എന്നങ്ങോട്ട് പറയുകയാണെങ്കിൽ എനിക്ക് എന്തെന്നില്ലാത്ത, യോ അവരങ്ങനെ പറഞ്ഞല്ലോ. മറിയമ്മ മേഡം, ഞാൻ മുൻകൂർ ജാമ്യം ഒന്നും എടുക്കുവല്ല കേട്ടോ. എന്തായാലും അഭിപ്രായം പറഞ്ഞോണം കേട്ടോ. ഇതെന്നില്ലാത്തൊരു വിഷമം നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇമോഷൻസ് ഒക്കെ ഇങ്ങനെ തള്ളി വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ കരയും, ചിലപ്പോ വിഷമിക്കും, അല്ലെ? പലതും സംഭവിച്ചേക്കാം. എന്നാൽ ഇത് മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ മറിയാമ്മ മാഡം എന്നെ നോക്കിയിട്ട്, ഓ ഷാലു വളരെ മനോഹരമായിട്ടുണ്ട്, ഓ എത്ര നന്നായിട്ട് നിങ്ങൾ ആ ക്ലാസ് എടുത്തു, ഉറക്കം തീരെ വന്നതേ ഇല്ല, ഇങ്ങനെ പറയുമ്പോഴത്തേക്ക്, ഓ എനിക്ക് എന്നാലും അവിടെയാണ് ആ ഫീലിംഗ് വരുന്നത്. അവരെന്നാലും എന്നെ അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്തല്ലോ, എന്നെ അംഗീകരിച്ചല്ലോ, എന്തെന്നില്ലാത്തൊരു സന്തോഷം, എന്തെന്നില്ലാത്തൊരു സമാധാനം, അല്ലെ? പിന്നെ ദൈവത്തിനോട് കൃതജ്ഞത അർപ്പിക്കുന്നു, കൃതജ്ഞതയുടേതായിട്ടുള്ളൊരു ഫീലിംഗ്. ഇതൊക്കെ സംഭവിക്കുന്നത് ഇതിൻ്റെതായിട്ടുള്ള ഒരു അനുരണനം, അല്ലെ? ഒരു ഫീലിങ്സ് ഒക്കെ നമുക്ക് കിട്ടുന്നത് ഈ നെഞ്ചിന്റെ അല്ലെങ്കിൽ ഈ ഹൃദയത്തിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഇംബാലൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ച്, അല്ലെ? ഇംബാലൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ച് ഇത് സംഭവിക്കുന്ന കാര്യം, ഈ ദേഷ്യവും വൈരാഗ്യവും വിദ്വേഷവും ഇതൊക്കെ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ ഇവിടെയുള്ള ഊർജത്തിൻ്റെതായിട്ടുള്ള ഒരു ബ്ലോക്ക് അവിടെ സംഭവിക്കും എന്നുള്ളതാണ്. നിരന്തരമായിട്ട് ഇങ്ങനെ ദേഷ്യം, ഒരാളെ എന്താ പറയുക, ദേഷ്യത്തോടെ വൈരാഗ്യത്തോടെ, എന്നോ മറ്റൊരാൾ ഇദ്ദേഹത്തെ ചീത്ത വിളിച്ചു, അപ്പൊ ഇയാളെ കാണുമ്പോഴെല്ലാം അങ്ങോട്ട് എന്താ പറയാ, അന്ന് എന്നെ അങ്ങനെ വിളിച്ചു, അല്ല അവളെങ്ങനെ വിളിച്ചു, അവൾ എന്നെ ഒന്ന് തല്ലിയാൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അവൾ എന്നോട് പറഞ്ഞ വാക്കുകൾ എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. വളരെ എന്താ പറയുക, ഉശിരോടാണ് ഇതൊക്കെ പറയുന്നത്, അല്ലേ? പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ വെച്ചു പുലർത്തുന്ന ഒരു ആളെ സംബന്ധിച്ച്
എന്താ പറയുക, ഈ നമ്മുടെ ശരീരത്തിൽ ഈ ഹോർമോൺസിന്റെ ഉൽപാദനമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഈ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ധാരാളമായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ അത് മാറാരോഗങ്ങൾ അല്ലെങ്കിൽ ക്യാൻസറിന് വരെ കാരണമാകുന്നു എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ആജാനുബാഹുവായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ അങ്ങോട്ട് കുറഞ്ഞ് ആരോഗ്യം നമ്മൾ മാറ്റത്തിലേക്ക് പോകുന്ന ആ സമയത്ത് ആരോഗ്യമൊക്കെ ചെറുതായിട്ട് കുറയുന്ന സമയത്ത് ഇവരൊക്കെ ഇങ്ങോട്ട് തല പൊക്കാൻ തുടങ്ങും. അത് പിന്നെ വലിയ രോഗങ്ങളായിട്ട് ക്യാൻസർ ആയിട്ടൊക്കെ ഓരോരുത്തരിൽ മാറാറുണ്ട്. അപ്പൊ നമ്മൾ വെറുതെ ഇതിങ്ങനെ ഈ ദേഷ്യം വെച്ച് പുലർത്തി മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ബുദ്ധഭഗവാൻ പറയുന്നത്, നിങ്ങളൊരു കത്തുന്ന ചാർക്കോൾ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് മറ്റൊരാളെ എറിയാൻ ശ്രമിക്കുമ്പോൾ, മറ്റൊരാളെ പരിക്കേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾക്ക് പരിക്ക് ഏൽക്കുന്നതിന്റെ 100 മടങ്ങ് പരിക്ക് നിങ്ങളുടെ കയ്യിലായിരിക്കും സംഭവിക്കുന്നത്. അല്ലേ? നമ്മുടെ കൈ വ്രണപ്പെട്ടു പോകും. നമ്മൾ അയാളെ എറിയാൻ വേണ്ടിയിട്ട് അയാൾ വരുന്നത് നോക്കി ഇങ്ങനെ കാത്തു നിൽക്കുക ഇതും പിടിച്ചുകൊണ്ട്. അപ്പൊ ഇതും പിടിച്ച് എറിയാനായിട്ട് നിൽക്കുന്ന സമയത്ത് അയാളെ എറിയുമ്പോൾ അയാൾക്ക് ചെറിയ പരിക്കേ സംഭവിക്കുന്നുള്ളൂ. എന്നാൽ അത് ഹോൾഡ് ചെയ്യുന്ന നമ്മളുടെ കയ്യിൽ എന്താണ്? വ്രണമാണ് ഉണ്ടാകുന്നത്. വലിയ വ്രണമാണ് ഉണ്ടാകുന്നത്. ഈ എന്താണ് ഈ ചാർക്കോൾ, കത്തുന്ന ചാർക്കോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേഷ്യം, പക, വിദ്വേഷം, വൈരാഗ്യം, വർഷങ്ങളായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ദേഷ്യം, ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവസാനം നമ്മളെ തിരിഞ്ഞടിക്കും. എന്നാൽ വളരെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയണം. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം. ഇതെല്ലാവർക്കും പറയാൻ വളരെ മധുരമായിട്ട് പറയാനായിട്ട് എളുപ്പമാണ്. എനിക്കും എളുപ്പമായിരുന്നു. പക്ഷേ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അതിനുവേണ്ടി നമുക്ക് ചെയ്യേണ്ട കാര്യം, ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം, നമുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് തരത്തിലുള്ള റിസൾട്ട് ഉണ്ടാക്കിയതാണ്. നമ്മളെന്തായാലും ഈ പ്രാർത്ഥിക്കാനൊക്കെ സമയത്ത് അവരെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. കണ്ണുകൾ അടച്ചതിന് ശേഷം അവരെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവരോട് സ്നേഹിക്കുക, അവരെ സ്നേഹിക്കുക, അൺകണ്ടീഷണൽ ആയിട്ട് അവരെ സ്നേഹിക്കാൻ ശ്രമിക്കുക. അവര് ചെയ്തിട്ടുള്ള തെറ്റുകളെ അങ്ങോട്ട് ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ചോദിക്കുക, ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു, ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു, ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. ആ ക്ഷമ നമുക്ക് കൊടുക്കാൻ കഴിയണം. ആദ്യമൊന്നും നമുക്കത് കഴിയണമെന്നൊന്നുമില്ല. പക്ഷെ കുറേ ദിവസം നമ്മൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം, ഇതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം, സമാധാനമൊക്കെ ഈ ഒരു ഭാഗമൊക്കെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ആക്റ്റീവ് ആകുന്നത് അല്ലെ, എന്തെന്നില്ലാത്തൊരു സമാധാനം, എന്തെന്നില്ലാത്തൊരു സന്തോഷം ഈ ഒരു ഭാഗത്ത് അനുഭവപ്പെടുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. നിരന്തരമായിട്ട് ഈ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് കൊടുക്കുന്ന ഒരു വ്യക്തിയിൽ ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ, അത് ലവ് ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. അത് മറ്റൊരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹോർമോണാണ്. അതുപോലെ തന്നെ ഹാപ്പിനെസ് ഹോർമോൺസ്, ഡോപ്പമൈൻ, സെറാട്ടോണിൻ, ഇതൊക്കെ അങ്ങോട്ട് ശരീരത്തിലേക്ക് അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാൻ തുടങ്ങും. പിന്നെ എന്തെന്നില്ലാത്ത സന്തോഷം, സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. അപ്പൊ ആ ചക്രയെ അല്ലെങ്കിൽ ആ ഊർജത്തിൻ്റെതായിട്ടുള്ള ഫീൽഡ്, എനർജി ഫീൽഡിനെ ഈ രീതിയിൽ നമുക്ക് മറ്റുള്ളവരെ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുന്നതിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഓക്കെ. അടുത്തതായിട്ട് 5ാമത്തെ ഊർജ കേന്ദ്രം, എനർജി ഫീൽഡ്, വിശുദ്ധി ചക്ര എന്നുള്ളതാണ്. അത് നമ്മുടെ ഈ ഒരു ത്രോട്ടിന്റെ ഭാഗത്ത് മാർക്ക് ചെയ്തേക്കുന്ന ഭാഗമാണ്. തൊണ്ടയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിന്റെ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകുന്നത്. അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫീൽ ഓഫ് എക്സ്പ്രഷൻ, അതായത് എന്ത് ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ദേഷ്യത്തോടെയുള്ള ഒരു ചിന്തയാണ് വരുന്നതെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുന്നത് അതിൻ്റെതായിട്ടുള്ള ഒരു മോഡുലേഷനിലായിരിക്കും, അല്ലെ? ഇനി സ്നേഹത്തോടെയുള്ള ഒരു ചിന്തയാണ് അത് മറ്റുള്ളവരിലേക്ക് പ്രകടിപ്പിക്കണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു മോഡുലേഷൻ, ഒരു എക്സ്പ്രഷൻ നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിന്നാണ് വരുന്നത്. അല്ലെങ്കിൽ എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അത് ഏത് രീതിയിൽ പറയണം, അതിന്റെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഭാഗം ആക്റ്റീവ് ആവുന്നതോടുകൂടിയാണ്. അതുപോലെ തന്നെ സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ, എഴുത്തുകാരനാകുന്നതും പാട്ടുകാരനാകുന്നതും ഡോക്ടറാകുന്നതും കലാപരമായിട്ടുള്ള അല്ലെങ്കിൽ കായികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഉണർന്നും ഉറങ്ങിയും കിടക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇത് ആക്റ്റീവ് ആക്കുക എന്ന് പറയുന്നതിൽ എന്താ പറയുക, ഈ 4 ചക്രങ്ങളും, ഞാൻ മുൻപേ പറഞ്ഞ ഈ 4 ചക്രങ്ങളും ആക്റ്റീവായിട്ടുള്ള വ്യക്തിയിൽ ഇത് സ്വാഭാവികമായിട്ടും ഓപ്പൺ ആകും എന്നുള്ളതാണ്. അപ്പൊ അതിലൂടെ കലാകാരൻ മികച്ച കലാകാരനാകും, അല്ലെങ്കിൽ പാട്ടുകാരൻ മികച്ച പാട്ടുകാരനാകും, എഴുത്തുകാരൻ മികച്ച സാഹിത്യകാരനാകും, ബിസിനസ്സുകാരൻ കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കും. ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ 4 ചക്രങ്ങൾ നേരെ ചൊവ്വയെ പ്രവർത്തിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്രയും ഊർജ്ജം നല്ല രീതിയിൽ പ്രവഹിക്കുന്ന ഒരു വ്യക്തിയിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഉണരുന്നതായിരിക്കും. അപ്പൊ നമുക്കറിയാം, ഒരു
നമ്മുടെ വീട്ടിലൊക്കെ പ്ലംബിങ്ങിന്റെ വർക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പം പൈപ്പിലൊക്കെ നല്ല രീതിയിൽ വെള്ളം പമ്പ് ചെയ്യപ്പെടുന്നുണ്ട്, ശരിയല്ലേ? അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു കല്ല് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? നേരെ വണ്ണം നമുക്ക് ആ വെള്ളം നമ്മുടെ കൈകളിലേക്ക് വരില്ല. അവിടെ ഒരു ബ്ലോക്കാണ്, വെള്ളത്തിന്റെ ഒഴുക്കിന് ഒരു തടസ്സം സൃഷ്ടിക്കുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലും ഊർജത്തിൻ്റെതായിട്ടുള്ള പ്രവാഹം വരുമ്പോൾ അവിടെ വേണ്ടാത്ത ചിന്തകൾ, വേണ്ടാത്ത ഇൻഫോർമേഷൻസ്, വേണ്ടാത്തതായിട്ടുള്ള ബിലീവ്സ്, വിശ്വാസങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ഊർജത്തിൻ്റെതായിട്ടുള്ള തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിന് സംഭവിക്കും. അപ്പൊ അവിടെയാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് സംഭവിക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ആത്മവിശ്വാസം വരുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക, കുറ്റബോധത്തിൽ നിന്ന് മാറി നിൽക്കുക. നമ്മളിവിടെ ജനിച്ചത് എന്തോ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. ആ പർപ്പസ് എന്ന് പറയുന്ന ആഗ്രഹങ്ങളായിട്ടും സ്വപ്നങ്ങളുമായിട്ടൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നത്. അപ്പൊ നമുക്ക് സഹിക്കാൻ വയ്യാത്തൊരു പ്രശ്നം ഈ ലോകത്തിൽ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സ്വപ്നങ്ങളായിരിക്കും നമുക്ക് തോന്നുന്നത്. അതിൽ ഓരോരുത്തർക്കും ഓരോന്നാണ്, അല്ലേ? എല്ലാവർക്കും ഒരേ സ്വപ്നങ്ങൾ വരാറില്ല, എല്ലാവർക്കും ഒരേ ആഗ്രഹങ്ങൾ വരാറില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് നേടാൻ കഴിയുന്ന ആഗ്രഹങ്ങളെ, സ്വപ്നങ്ങളെ നമുക്ക് ദൈവം തരികയുള്ളൂ. നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളെ ദൈവം തരികയുള്ളൂ. എന്നായാലും നമ്മൾ മരിക്കേണ്ടി വരും, അതൊരു മാറ്റമാണ്. അതും വളരെ സന്തോഷകരമായിട്ട് സ്വീകരിക്കാം. കാരണം നമ്മൾ എവിടെ നിന്ന് വന്നു നമുക്കറിയില്ല. അവിടെയും ഒരു ഊർജത്തിൻ്റെതായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. പുതിയൊരു ഇടം, നമ്മൾ ഒരു സ്പേസ് നമുക്ക് ഉണ്ടാക്കി ഇവിടെ ജീവിക്കുന്നു. ഇനി എങ്ങോട്ട് പോകുന്നത് നമുക്ക് സന്തോഷം, പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയില്ല, അതും ഒരു ഊർജ്ജമാറ്റം തന്നെയാണ്. പിന്നെ എന്തിനാണ് നമ്മൾ വിഷമിക്കുന്നത്, അല്ലെ? എന്തിനാണ് നമ്മൾ ഈ ടെൻഷൻ അടിക്കുന്നത്, അല്ലെങ്കിൽ ഡിപ്രഷൻ അടിക്കുന്നത്? പിന്നെ നമുക്കുള്ള ഈ ഒരു ശിഷ്ടകാലം മറ്റുള്ളവരെ സ്നേഹിക്കാൻ, അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കാനുള്ളൊരു സമയം മാത്രമാണുള്ളത്. അത് 60 വയസ്സാകാം, 70 വയസ്സാകാം, 80 വയസ്സാകാം, 100 വയസ്സാകാം, എത്രയാണെന്ന് നമുക്കറിയില്ല, അതും നിശ്ചയമില്ല. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയിൽ ഈ ഒരു ചക്ര ആക്റ്റീവ് ആവുക തന്നെ ചെയ്യും. കൂടുതലായിട്ട് എല്ലാവരിലും നമുക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ കഴിവുകളെ നല്ല രീതിയിൽ പ്രകടിപ്പിക്കണമെങ്കിൽ ഈ ഊർജ്ജ പ്രവാഹം നല്ല രീതിയിൽ നമുക്ക് ആക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായിട്ട് വരുന്ന ആജ്ഞാചക്രയാണ്. ഞാനത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഇരു പുരികങ്ങൾക്കിടയിൽ ഉള്ള ഭാഗമാണ് ആജ്ഞാചക്ര, അല്ലെങ്കിൽ മൂന്നാം കണ്ണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ ആ ഒരു ഭാഗത്താണ് അതിന്റെ ഒരു ഫീലിങ്സ് നമുക്ക് കിട്ടുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീൽ ഓഫ് ഇൻഡ്യൂഷൻ. അതായത് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ്, ഡയറക്ഷൻ, ഇൻഡ്യൂഷൻ, ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. അതായത് ഇപ്പോ എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ച് ഒരു എത്തും പിടിയില്ലാതൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട്. കാരണം വെച്ചാൽ ഈ ഊർജ്ജ പ്രവാഹം നല്ല രീതിയിൽ നടക്കാത്തത് കൊണ്ടാണ്. എന്നാൽ ചില ആളുകളിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവർ സൃഷ്ടിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അവർ സൃഷ്ടിക്കുക തന്നെ ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ തന്നെ അത് തോന്നുന്നുണ്ട്, ഇന്നടത്തേക്ക് പോവുക, ഇന്നടത്തേക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, ഇന്ന അവസരങ്ങൾ സൃഷ്ടിക്കുക. ഇത് ഇപ്പൊ കാലാകാലങ്ങളിലെ ഉള്ളതാണ്. പ്രവാചകന്മാർ മുതൽ ഇപ്പൊ അവർക്കും ഇൻറ്റ്യൂഷൻസ് ആണ്, ഡയറക്ഷൻസ് ആണ്, ഗൈഡൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. എവിടെ നിന്ന്? പ്രപഞ്ചത്തിൽ നിന്ന്. ഇന്ന സ്ഥലത്തേക്ക് പോയി പ്രസംഗിക്കുക, ഇന്ന സ്ഥലത്ത് പോയി ഇന്ന കാര്യങ്ങൾ സംസാരിക്കുക. അവർക്ക് കിട്ടിയിട്ടുള്ള ഡയറക്ഷൻസ് ആ വെളിപാടിൽ കൂടിയാണ്. അപ്പൊ ഈ ഊർജ്ജ പ്രവാഹം നല്ല രീതിയിലുള്ള വ്യക്തികളിൽ ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അവസാനമായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സമയം അതിക്രമിച്ചിരിക്കുന്നു. സഹസ്രാരം, അല്ലെ? അത് നമ്മുടെ ഈ ഒരു ഉച്ചിയുടെ ഈ ഒരു ഭാഗത്താണ്. ഇതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഇത് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതൊരു വിശുദ്ധത്തിൻ്റെതായിട്ടുള്ള ദൈവികമായിട്ടുള്ള ഒരു ജ്ഞാനം, അല്ലെ? ദൈവികമായിട്ടുള്ള ഒരു വെളിച്ചം നിലനിൽക്കുന്ന ഒരു ഭാഗമാണ്. നിറകുടം തുളുമ്പും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, നിറകുടം തുളുമ്പും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ ബേസ് ചെയ്ത് പറയുമ്പോൾ നമ്മളിൽ തികഞ്ഞ ആത്മവിശ്വാസം, നമ്മളിൽ തികഞ്ഞ സ്നേഹം, അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ്, ഇതൊക്കെ നമ്മളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്ന ഓവർഫ്ലോയിങ് ആണ്, അല്ലെ? നമ്മളിൽ നിന്നും സകല ചരാചരങ്ങളിലേക്കും ഓവർഫ്ലോ ദ ലവ്, പീസ്, കോൺഫിഡൻസ്, ആത്മവിശ്വാസവും സമാധാനവും സന്തോഷവും, അല്ലെ, സ്നേഹവും, ഇതൊക്കെ ഇങ്ങോട്ട് ഓവർഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ വ്യക്തിയായിട്ട് കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞാൽ എന്തെന്നില്ലാത്തൊരു ആശ്വാസം, ഒരു ആത്മവിശ്വാസം ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. വളരെ തളർന്നിരിക്കുകയായിരിക്കും. ചില ആളുകൾ വന്ന് ഇങ്ങനെ സമാധാനിപ്പിക്കുന്ന സമയത്ത്, തലോടുന്ന സമയത്ത് എന്തെന്നില്ലാത്തൊരു ആശ്വാസം, അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് എന്തെന്നില്ലാത്തൊരു മാസ്മരികത, ശരിയല്ലേ? ചില ആളുകളുടെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് പോകാൻ കഴിയില്ല. അദ്ദേഹം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ സന്തോഷം ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ആത്മവിശ്വാസവും പ്രചോദനവും സ്നേഹവും സമാധാനവും ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് നമുക്കുണ്ടാകുന്നുണ്ടെങ്കിൽ അവരിൽ ഏറെക്കുറെ ഇതൊക്കെ ഉണർന്നിട്ടുള്ളവരാണെന്ന് നിസ്സംശയം പറയുവാൻ കഴിയും. അപ്പോൾ അവിടെ ഒരു വിശുദ്ധമാണ്, അല്ലെ? ദൈവികമായിട്ടുള്ളൊരു ജ്ഞാനം, ദൈവികമായിട്ടുള്ളൊരു പരിവേഷം
ആ മനുഷ്യനിൽ സംഭവിക്കുന്നു. എങ്ങനെ എനർജിയുടേതായിട്ടുള്ള ഊർജ പ്രവാഹം നല്ല രീതിയിൽ അദ്ദേഹത്തിൽ നടക്കുന്നതിലൂടെ. അങ്ങനെ ഈ 7ഓളം ഊർജ ചക്രങ്ങളെ നമുക്ക് നമ്മുടെ ചിന്തകളിലൂടെ, അതുപോലെ തന്നെ പുതിയ വിശ്വാസങ്ങളിലൂടെ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുമ്പോൾ ഈ പ്രപഞ്ചം, എന്താ പറയുക, ലോകത്തെ നന്നാക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ സ്വയം നന്നാവുക എന്നുള്ളതാണ്. നമ്മൾ സ്വയം നന്നാവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ലോകം, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകം നന്നാവുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ലോകവും സന്തോഷകരമായിട്ടുള്ള ലോകത്തെ നമുക്ക് കാണുവാനും അനുഭവിക്കുവാനും കഴിയും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിൽ നിന്നും വിരമിക്കുകയാണ്. എനിക്കിങ്ങനെ ഒരു അവസരം നൽകിയതിന് IFPHനുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. താങ്ക് യു. നന്ദി ശാലിരാജൻ. വാസ്തവത്തില് ഈ ഇത്രയും സമയം എങ്ങനെയാ ഇരുന്നു നമുക്ക് തന്നെ അറിയത്തില്ല. അത്രയ്ക്കും നമ്മളൊരു മാസ്മര ഇതിലാണ് ഇരുന്നു പോയത്. എത്ര നല്ല രീതിയിൽ ആദ്യമായി ഇങ്ങനെ ഒരു ക്ലാസ് നമുക്ക് കിട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. ചക്ര എന്ന് നമുക്കറിയാമെങ്കിലും പക്ഷെ ഇത്രയും വിശദമായും ഇതിന്റെ എന്താണ് ഇതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നതെന്നും ഇത്രയും വിശദമായി മനസ്സിലാക്കിയത് ഇന്ന് ഈ ക്ലാസ്സിലൂടെയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം സംശയവും ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. നമുക്ക് 5 മിനിറ്റാണുള്ളത്. എങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. സ്ക്രീൻ അങ്ങ് നിർത്താവോ? സ്ക്രീൻ ഷെയറിംഗ് അങ്ങ്. ഓക്കെ. മനോജ് ഡോക്ടർ ഉണ്ടല്ലോ. മനോജ് ഡോക്ടർ ഡോക്ടർ ഇല്ല. ജെയിംസ് പോൾ സാർ ഉണ്ടല്ലോ, പണ്ടേ ഇരിക്കല്ലേ. ജെയിംസ് പോൾ സാറ് ഹാൻഡ് റൈസ് ചെയ്യണേ. സാറ്. സാറിന് സാർ അൺമ്യൂട്ട് ചെയ്യാ സാറ്. ഞാൻ മ്യൂട്ടാണ്. അല്ല ജെയിംസ് പോൾ സാറ്. സാറ് ഒന്നുകൂടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. എല്ലാവർക്കും നമസ്കാരം. ഒറ്റ വാക്കിൽ പറയുക, ഗംഭീരം. അതേ പറയാനുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് ഇതാണല്ലോ, ഏതാ? മനസ്സ്, ശരീരം, ആത്മാവ്. അതെ, ഇത് എങ്ങനെ സംയോജിപ്പിക്കാം, എങ്ങനെ ആനന്ദം ഉൾക്കൊള്ളാം, ഇതായിരുന്നല്ലോ വിഷയം. അതെ. എനിക്ക് ബൈബിളിൽ നിന്നൊരു ഒരു വചനമാണ്. യേശു പറയുന്ന ഒരു വചനമുണ്ട്. നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നിന്റെ സഹോദരനോ നിന്നോട് ദ്വേഷം തോന്നുന്നു എങ്കിൽ ബലിവസ്തുക്കൾ അവിടെ വെച്ചിട്ട് അവനുമായി രഞ്ജിതം ഉണ്ടാക്കുക, അനുരഞ്ജനം ഉണ്ടാക്കുക. അതിനുശേഷം ബലിയർപ്പിക്കാനാണ്. അതെ. എനിക്കല്ല ദ്വേഷം, സഹോദരൻ എന്നോട് ദ്വേഷം ഉണ്ടെന്ന് ബോധ്യപ്പെടുകയാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ എന്നെ കൊണ്ട് അവന് ഒരു വേദന സംഭവിച്ചിരിക്കാം, ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ അപവാദം കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ അവന് വേദന ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് അവൻ ദ്വേഷം വെച്ചു പുലർത്തുന്നത്. അപ്പൊ ആ ദ്വേഷം ഇല്ലാതാക്കി കഴിഞ്ഞാൽ അവന്റെ ഹൃദയവും മനസ്സും ശുദ്ധമാകുകയാണ്. അതോടുകൂടി അവൻ ശുദ്ധീകരിക്കപ്പെടുകയാണ്. അപ്പൊ അതിനേക്കാൾ ഉപരി ഞാൻ ശുദ്ധീകരിക്കപ്പെടും. അതാണ് അതിന്റെ ആശയം. എനിക്ക് തന്നെയാണ്. ഏതായാലും ഗംഭീരം. താങ്ക് യു വെരി മച്ച്. ഓക്കെ സാർ. ഓക്കെ. ഇനി നമ്മുടെ ഫിറോസ് ഞാനും കേട്ടോണ്ടിരിക്കുകയായിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു, നന്നായിരുന്നു. ഞാൻ എന്റെ ക്വസ്റ്റ്യൻ ഷാലുവിന്റെ ഇതിലേക്കുള്ളൊരു, ഞാൻ മനസ്സിലാക്കുന്ന ഷാലു ഇപ്പോ ഒരു ഫുൾ ടൈം ട്രെയിനറായിട്ട് മാറി എന്നുള്ളതാണ്. ഷാലുവിന്റെ ഇതിലേക്കുള്ള ഒരു വരവ് എങ്ങനെയായിരുന്നു? ഷാലുവിന്റെ അൾട്ടിമേറ്റ് ഡ്രീം എങ്ങനെയാണ്, എന്താണ്? ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ സത്യം പറഞ്ഞ IFPHലേക്ക് വരുന്നത് അന്ന് ആദ്യം 8 പേരായിരുന്നു നമ്മുടെ ആ ഒരു ടീമിൽ ഉണ്ടായിരുന്നത്. അതിൽ ആ 8 പേരിൽ ഒരാള് ഞാനായിരുന്നു. അപ്പൊ എനിക്ക് ജനങ്ങളോട് സംസാരിക്കണം, എനിക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്ക് ആ സമയത്ത്. അന്ന് വളരെ ഷൈ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്നിൽ ഈ ഊർജ്ജ പ്രവാഹം എന്ന് പറയുന്നത് നേരെ ആയിരുന്നില്ല. അപ്പൊ ഞാനായിട്ട് ചിന്തിച്ചു, എനിക്ക് എന്ത് ഈ ലോകത്തിന് കൊടുക്കാൻ കഴിയും. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വിഷയം കൂടിയായിരുന്നു ഈ ഹോമിയോപ്പതി.
ബിക്കോസ് അത് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് രീതിയിലായതുകൊണ്ടാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഇടത്തിലേക്ക് വരാൻ കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിന്റെ സ്റ്റുഡൻസിന്റെ ഓർഗനൈസറും മറ്റുമൊക്കെ ആയി കൂടുതൽ ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചു. എനിക്ക് എന്താണ് ഈ ലോകത്തിന് കൊടുക്കാൻ കഴിയുന്നത് അത് ജനങ്ങൾക്ക് കൊടുക്കുക. അതിപ്പോ ഞാൻ നേരത്തെ ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചതുപോലെ ധാരാളം മെസ്സേജുകൾ എനിക്ക് വരാറുണ്ട്. അതിനൊക്കെ അവരെ പ്രചോദിപ്പിക്കുവാൻ അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം, ഒരു 2 മിനിറ്റ് സംസാരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. അത് അവരിൽ നിന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്. ഇതാണ് എന്റെ പർപ്പസ്. എനിക്ക് ഇത് കൂടുതലായിട്ട് കൊടുക്കാൻ കഴിയും. അത് വേൾഡിലേക്ക് എത്രത്തോളം കൊടുക്കാമോ അത്രത്തോളം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഒരു ക്ലാസ് തന്നെയാണെങ്കിൽ ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്. എനിക്ക് സംസാരിക്കണം, എനിക്ക് ആളുകളെ ഫേസ് ചെയ്യണം, എനിക്ക് ആളുകളോട് സംസാരിക്കണം. അവരുടെ വിമർശനങ്ങൾ ഞാൻ അംഗീകരിക്കും, അവരുടെ അപ്രീസിയേഷനും അതുപോലെ തന്നെ വിമർശനങ്ങളും ഞാൻ അംഗീകരിക്കും. ആ വിമർശനം ഉണ്ടായെങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ വളരാൻ കഴിയുകയുള്ളൂ. അപ്പൊ ആ വിമർശനങ്ങളെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്യുന്നത്. ഇപ്പൊ ഇത് ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്, എനിക്കൊരു ക്ലാസ് ഇവിടെ എടുക്കാൻ പറ്റുമോ. അപ്പൊ ഇവിടെ സംസാരിക്കുമ്പോൾ എന്തായാലും ഇപ്പൊ നമ്മുടെ ഹീലിംഗ് അല്ലേ, അതുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരുമല്ലോ. അല്ലാതെ ഞാൻ സംസാരിക്കുന്ന വേറൊന്നും, ഇവിടെ വന്നിരിക്കുന്നവർ വേറെ ഒരു രീതിയിലുള്ളവരാണ്, ഓഡിയൻസിനെ മനസ്സിലാക്കി സംസാരിക്കണമെന്നാണ്. അപ്പൊ അത് അനുസരിച്ചാണ് ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക്ക് ഞാൻ എടുത്തത്. അപ്പൊ എനിക്കതിന് ഇവിടെ അങ്ങനെ ഒരു അനുവാദം നൽകിയതിന് ഒരുപാട് നന്ദിയുണ്ട്. അതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഓക്കെ. ഈ നമ്മുടെ ഇസ്മായിൽ സൈഡ് സാർ ഉണ്ട്, സാറിന്റെ അഭിപ്രായം കൂടെ കേൾക്കാൻ താല്പര്യമുണ്ട്. സൈഡ് സാറ് സാറാണോ അത് ഹാൻഡ് റൈസ്? ഇല്ല, സൈഡ് സാറ് അഡ്മിറ്റ് ചെയ്ത അല്ല, iPhone 3 അത് ഞാനാണ്, അജിനിയാണ്. എന്നെ കേൾക്കാമോ? സാറ് സാറേ. വളരെ ഗംഭീരമായിരുന്നു ക്ലാസ്. ഷാലുവിന്റെ ക്ലാസ് വളരെ ഗംഭീരമായിരുന്നു. തുടക്കത്തിൽ ഷാലു പറഞ്ഞ പോലെ 5-8 പേര് മാത്രമുള്ളപ്പോൾ ഒരു ഗംഗായിട്ട് വന്നതാണ്. ഇപ്പൊ ഷാലു വളരെയധികം കാര്യത്തിന് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ചക്ര എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് എല്ലാവരുടെയും മനസ്സിനെ കവർന്നിരിക്കുകയാണ്. നല്ല ഗ്രേറ്റ് ആൻഡ് ഗ്രാൻഡ് ക്ലാസ് ആയിരുന്നു. ഇനിയും ഇതിലേക്ക് വരണമെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത്. ഓക്കെ സാർ, സാറിന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും. ഓക്കെ. ഇനി നമ്മളുടെ സൈക്കോളജിസ്റ്റും കൂടിയായ അജിനി ഡോക്ടർ. ഞാൻ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയാനില്ല. സന്തോഷമുണ്ട് ഷാലു ഇങ്ങനെ ഒരു ക്ലാസ് എടുത്തതിനും നല്ല രീതിയിൽ വളരെ മെച്ചുവേർഡായിട്ട് വളരെ ജെന്റിലായിട്ട് അത് ഡീൽ ചെയ്തതിലും എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാണാന് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. ഷാലു പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട്, നമുക്ക് എല്ലാവരും പറയും എനിക്ക് അതിൻ്റെ മുമ്പിൽ അപ്പിയർ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു ടാലന്റ് ഇല്ല എന്നൊക്കെ പല ആൾക്കാരും പറയും. അപ്പോൾ സത്യത്തിൽ ഇപ്പൊ ഷാലു പറഞ്ഞിട്ട്, ഷാലു ഇപ്പൊ എത്ര ഭയങ്കര ഒരു പെർഫോമറുടെ മാതിരിയല്ലേ, അത് നല്ല രീതിയിലല്ലേ അത് നമുക്ക് പറഞ്ഞു തന്നത്. അപ്പം എല്ലാവർക്കും മാറണം എന്ന് വിചാരിച്ചാൽ മാറാൻ എല്ലാവർക്കും സാധിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചാൽ മാത്രം മതി. മാറ്റങ്ങൾ ഒരിക്കലും മാറ്റമില്ലാത്തതാണ് എന്നുള്ളതാണ് സത്യം. അപ്പം താങ്ക് യു ഷാലു എല്ലാം പറഞ്ഞു തന്നതിന്. ചക്രാസിനെ കുറിച്ച് ഈ പറഞ്ഞതുപോലെ കുറച്ച് അറിവുകളൊക്കെ ഉണ്ട്, കുറച്ചും കൂടെ തന്നതിനും ഇവിടെ വന്ന് ക്ലാസ് എടുത്തതിനും ഞങ്ങളുടെ കൂടെ അന്ന് മുതൽ ഇന്ന് വരെ ഒരു തുണയായിട്ട് താങ്ങായിട്ട് നിന്നതിനും എല്ലാം ലവ് യു. താങ്ക് യു. അജിനി മാഡത്തോട് അത് തന്നെയാണ് പറയാനുള്ളത്. നമ്മള് ഒരു സമയം പോകുന്നെങ്കിൽ പോലും ഫോറൈൻ ക്ലബിൽ വെച്ചാണ് ഞാൻ അജിനി മാഡത്തിന്റെ ഒരു ക്ലാസ് അന്ന് കണ്ടു. ഞാൻ അന്ന് ചിന്തിക്കുകയുണ്ടായി, ഞാൻ എന്നാണ് ഇതുപോലെ ഒരു ക്ലാസ് എടുക്കുന്നതെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ആളുകളെയൊക്കെ മീറ്റ് ചെയ്ത് ഞാൻ ഇവിടേക്ക് വന്നത്. അജിനി മാഡത്തെ അന്നാണ് ഞാൻ പരിചയപ്പെടുന്നത്. നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ലെങ്കിലും ആ ക്ലാസ്സിലൂടെ ഞാൻ അന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ച് ഷാലു സംസാരിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? അതെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതെ. ഞാനത് ഇപ്പൊ ഓർക്കുമായിരുന്നു ഈ ക്ലാസ് നടക്കുമ്പോൾ. ഒരുപാട് സന്തോഷം. താങ്ക് യു. ശൈല ഡോക്ടർ അഭിപ്രായം പറയുകയും ഒരു നന്ദി അറിയിക്കുകയും ചെയ്യല്. ശൈല ഡോക്ടർ. ഓക്കെ. താങ്ക് യു ഡോക്ടർ മറിയമ്മ ജോൺ. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും IFPH ഞാൻ കാണുന്ന സമയത്ത് ഈ ഷാലുവിരാജൻ എന്ന് കാണുന്നുണ്ട്. അപ്പൊ ഇന്ന് നേരിട്ട് കാണുവാനും ഒരു ക്ലാസ് കേൾക്കുവാനുള്ള അവസരം ഉണ്ടായി. വളരെ സന്തോഷം. നല്ല ക്ലാസ് ആയിരുന്നു. അപ്പം ഇനിയും ഇതിന്റെ ബാക്കി ഭാഗവും അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക്
ഷാലു രാജൻ തീർച്ചയായിട്ടും വരണം. അത് എല്ലാവർക്കും വളരെ പ്രയോജനം ചെയ്യും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും നല്ലൊരു ക്ലാസ് എടുത്ത ഷാലു രാജന് IFPHന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു മാഡം, താങ്ക് യു അതുപോലെ ഓക്കെ. അതുപോലെ തന്നെ ഇന്ന് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്ത എല്ലാ ഹോമിയോപ്പതി ഡോക്ടർമാർക്കും ഹോമിയോപ്പതി സ്നേഹികൾക്കും എല്ലാവർക്കും IFPHന്റെ പേരിലുള്ള നന്ദി അറിയിക്കും. നന്ദി ശൈല ഡോക്ടർ. എന്താണേലും അല്പം വൈകിപ്പോയെന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിനു മുൻപേ ഈ ക്ലാസ് നമുക്ക് ലഭിക്കേണ്ടിയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യാനുള്ള ഒരു അവസരവും കൂടിയാണ് ഷാലു ഒരുക്കി തന്നിരിക്കുന്നത്. എന്തായാലും നമ്മുടെ 1598 പ്രതിദിന സൂം വെബിനാർ ഇത്രയധികം വിജയമാക്കി തീർത്ത് ഷാലുരാജന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ സൂമിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. ഇന്ന് നമ്മളുടെ ഈ 1598 സൂം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.